detergent. Not detergent. Detergent. Not detergent. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം. ഓ നിസ്വനം, കളനിസ്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. എല്ലാരും കൂടി എങ്ങോട്ടാ ഓടുന്നത്? ഇന്നത്തോടെ എല്ലാം തീർന്നു. ദൈവമേ, വല്ല ലോകാവസാനം വല്ല ആണോ? എന്ത് പറ്റി ചേട്ടാ? നിങ്ങളിത് കണ്ടില്ലേ? എന്റെ കടയെല്ലാം നശിപ്പിച്ചു. ഞാൻ ഇനി എന്ത് ചെയ്യും ദൈവമേ? വിഷമിക്കാതെ, എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾ ഒരു പരിഹാരം ഉണ്ടാക്കണ്ട, ഇവനെ ഒന്ന് വിളിച്ചോണ്ട് പോയാ മതി. മൈ നെയിം ഈസ് ബൈജു. വെറും ബൈജു അല്ല, സുനാമി ബൈജു. പോക്കോ. അയ്യോ, അതെ, ഞാൻ ഫുൾ ടൈം വെള്ളമാ. വെള്ളം കരക്കേറിയ സകലത് നശിപ്പിക്കും. അതുപോലെ തന്നെ വെള്ളം എൻ്റെ തലക്കേറിയുണ്ടല്ലോ, ഞാൻ സകലതും കൂടെ നശിപ്പിക്കും. അറിയാമോ? എന്റെ പൊന്നു ബൈജു, ഒന്നാമത് ആൾക്കാരുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുക. നീ ഇങ്ങനെ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി ബാക്കിയുള്ളവരുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തല്ലേ. ഓഫ്, നമ്മളാരുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്താൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഓക്കെ ഓക്കെ, ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ദ നോട്ട് ദ പോയിന്റ്.
അതിർത്തിപാളയത്തിൽ ചീറിപ്പാഞ്ഞു വരുന്ന വെടികുണ്ടകൾക്ക് മുന്നിൽ ധീരമായി വെരുമാറുകാട്ടി വിജയം കൈവരിച്ചെടുക്കുന്ന ഒരു പട്ടാളക്കാരൻ, സോൾജിയർ, ജവാൻ, സൈനികൻ. അദ്ദേഹം എന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ പരാജയപ്പെടുത്തി. ഇന്ന് എൻ്റെ അനാവശ്യമേധത്തിലെ കുതിരയെ കീഴടക്കി സ്വർണവുമായി മടങ്ങിപ്പോകുന്ന ആരാണ് നമുക്ക് നോക്കാം. യെസ്, യു നോ വൈ ഐ ഹാവ് എക്സ്ട്രാ ബോണസ്. യു സെഡ് ഡോണ്ട് എവർ ലൈൻ ഫോർഗെറ്റ് ദാറ്റ് ഇൻ അനാവശ്യമേധം. കം ഓൺ. അനാവശ്യമേധത്തിൽ പങ്കെടുക്കാൻ വന്ന ഇദ്ദേഹത്തിനെ നമുക്ക് സ്വാഗതം ചെയ്യാം ഈ പ്രോഗ്രാമിലേക്ക്. ആദ്യത്തെ സൂചനാ ചോദ്യങ്ങളിലേക്ക് കിടക്കുന്നു. കിട്ടുന്നതിന് മുമ്പ് വിശ്രമമില്ലായ്മ, കിട്ടിക്കഴിഞ്ഞാൽ പരിപൂർണ വിശ്രമം. എന്താണത്? സർക്കാർ ജോലി. വളരെ കറക്റ്റ് ആൻസർ. ഓക്കെ, തുടങ്ങാം നമുക്ക്. താങ്കൾ അനാവശ്യമേധം കാണാറുണ്ടോ? പിന്നെ ഒരുപാട് കാണാറുണ്ട്. എന്താണ് അഭിപ്രായം? വളരെ നല്ല ബോർ പരിപാടിയാണ്. ജോറ് പരിപാടിയാന്ന് പറയരുത്. ഓക്കെ, എന്താണ് താങ്കളുടെ ഹോബി? എൻ്റെ ഹോബി ക്രിക്കറ്റ്. ക്രിക്കറ്റ്. അതെ. ക്രിക്കറ്റ് കളി താങ്കൾ ബാറ്റ്സ്മാനാണോ ബൗളറാണോ? ഞാൻ ബാറ്റ്സ്മാനാണ്. ബാറ്റ്സ്മാനാണ്. അപ്പൊ ഒരുപാട് റൺസുകൾ അടിച്ചു കൂട്ടാറുണ്ട് അല്ലേ? ഒരുപാട് റൺസ് ഒന്നും അടിക്കാറില്ല. പിന്നെ only 6 and 4 അത്രേ ഉള്ളൂ. അതെന്താ 6ഉം 4ഉം മാത്രം അടിക്കുന്നത്, സിംഗിൾസ് ഒന്നും എടുക്കാത്തത്? നമ്മളെന്തിനാ വെറുതെ ഈ സിംഗിൾസ് ഒക്കെ അടിച്ച് ഫീൽഡേഴ്സിനിട്ട് ഓടിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്? അവർ പിന്നെ ടയേർഡായിട്ട് ഡ്രിങ്ക്സ് കഴിക്കാൻ പോയി പിന്നെ ടൈം ലാഗ് ആവും. അതാണ് സംഭവം. ഓക്കെ, ഭാവിയിൽ നല്ലൊരു ബാറ്റ്സ്മാൻ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സിനിമകൾ കാണാറുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ കാണാറുണ്ട്. ആരെയാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് മോഹൻലാലിനെ. മോഹൻലാൽ എനിക്കും ഇഷ്ടമാണ്, ഇവർക്ക് ഇഷ്ടമാണ്. മോഹൻലാലിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിന്നാരം ഉള്ളടക്കം താളവട്ടം പടകൊട്ടം കുഞ്ഞാറ്റക്കളികൾ കൂടെ കൂടും തട്ടി വിഷ്ണുലോകം മൂന്നിട്ട് അസുമത്ര വിളിക്കുന്നു അമൃതങ്ങമയ ആട്ടക്കലാശം ചെപ്പുകിൽ സ്പടിയം കമലതളം തേൻവാങ്ങോപത്ത് രാജാവിൻ്റെ മേൽ 22 നഖം അത് അങ്കിൾ ഉണ്ണികളോർ പറഞ്ഞ നാടോടി നാടോടിക്ക് ടക്കരക്കര പട്ടണപ്രവേശം അങ്ങനെ പോകുന്നു മോഹൻലാൽ. താങ്കൾ മോഹൻലാൽ അവസാനം കണ്ട ചിത്രമാണ് പട്ടാളം.
അപ്പൊ മോഹൻലാലിനെ അറിയാവുന്ന പിന്നെ വ്യക്തിയാണ്. എനിക്ക് ശരിക്കറിയാം. ഓക്കെ, എന്താണ് താങ്കളുടെ പേര്? എൻ്റെ പേര് പെറ്റ്സൺ. വളരെ പേഴ്സണൽ ആയിട്ടൊരു കാര്യം ചോദിച്ചാൽ പെറ്റ്സൺ എന്നോട് പേഴ്സണലായിട്ട് മറുപടി പറയുമോ? പറയാം. പെറ്റ്സൺ എന്ന് പേരിടാൻ കാര്യം എന്താണ്? അങ്ങനെ പെറ്റ്സൺ എന്ന് പേരിടാൻ കാര്യം എന്താണ്? അതായത് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ വിവാഹം കഴിച്ചതിന് ശേഷം വളരെ പെട്ടെന്നാണ് ഞാനുണ്ടായത്. അതുകൊണ്ടാണ് പെറ്റ്സൺ എന്ന് പേരിട്ടത്. ഒരു പക്ഷേ താങ്കളുടെ അച്ഛൻ്റെ അമ്മയും വിവാഹത്തിന് ശേഷം താങ്കൾ വളരെ താമസിച്ചാണ് ജനിച്ചതെങ്കിൽ താങ്കൾക്ക് എന്ത് പേരിട്ടേ? താമസം നിട്ടനെ. അത് കൊള്ളാമല്ലേ? താമസം എന്ന വാക്കിൻ്റെ അർത്ഥം തിരക്കി ഞാൻ ഒരുപാട് ഡിക്ഷണറികൾ അലകുണ്ടായി. താമസം എന്ന വാക്കിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കി തന്ന പെറ്റ്സനെ നമുക്ക് സ്വാഗതം ചെയ്യാം അനാവശ്യ മെത്തത്തിലേക്ക്. മിസ്റ്റർ പെറ്റ്സൺ, എവിടാണ് വീട്? എൻ്റെ വീട് കൊച്ചിൻ. കൊച്ചു കണ്ടവൻ അച്ഛൻ വേണ്ട, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട, അമ്പലപ്പുഴ വേല കണ്ടവന് അമ്മയും വേണ്ടാകുന്നൊരു ചൊല്ലുണ്ട്. ഇതൊക്കെ എന്തിനാ ഇവിടെ പറയണത്? എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അല്ലെങ്കിൽ ജനങ്ങൾ എന്ത് വിചാരിക്കും? ജീവിക്കണമല്ലേ അല്ലേ? കൊച്ചിയിൽ എവിടാണ്? കൊച്ചി കളമശ്ശേരി. ചെറുശ്ശേരി, തലശ്ശേരി, കോഴഞ്ചേരി, ചങ്ങനാശ്ശേരി, കളമശ്ശേരി. ഇത് ശരിയാണോ പെറ്റ്സൺ? അതൊക്കെ ശരിയാണ്, പക്ഷെ ഈ പറഞ്ഞതത്ര ശരിയല്ല. അപ്പോൾ കൊച്ചി ജനിച്ച കളമശ്ശേരിക്കാരനായ വളരെ പെട്ടെന്ന് ജനിച്ചുകൊണ്ട് പെട്ടെന്ന് എന്ന് പേരിട്ട വളരെ താമസം ജനിച്ചിരുന്ന താമസം എന്ന് പേരായിരുന്ന ഇദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം അനാവശ്യ മെത്തത്തിലേക്ക്. ഓക്കെ സാർ, ഇറ്റ്സ് അപ്രൂവ്ഡ്. എവിടെ പോയിരിക്കായിരുന്നു? എന്റെ കൂടെ വന്നിട്ട് നീ എവിടെ പോയിരിക്കായിരുന്നു? ചായ കുടിച്ചോണ്ടിരിക്കുക. സാറ് വിളിച്ചു കേട്ടില്ലേ? സാറ് സപ്രൂ. അല്ല, ഞാനിവിടെ അപ്രൂവ്ഡ് ആയെന്ന് ചോദിച്ചാ. അപ്രൂവ്ഡ് ആയെന്ന് ചോദിച്ചാ. സപ്രൂവിനെ വിളിച്ചല്ലേ? ഇതാ കൂട്ടുകാരനാ. സപ്രൂവിനെ ചോദിച്ചല്ലേ? അല്ലല്ല, പൊയ്ക്കോളാൻ. പൊയ്ക്കൊന്നാണ് ടി വി വരുന്നതാണ്. ഇതൊക്കെ ടി വി വരുന്ന പരിപാടിയാണ്. എടാ ഒന്ന് പോടാ. കുറച്ച് കഴിയുമ്പോൾ പുള്ളി സാറ് അവസരം തരുമെന്ന്. സാറേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്. ഓക്കെ ഓക്കെ, ഇനി ഒരു ഉത്തരം പറഞ്ഞിട്ട് വന്നാൽ മതി. സപ്രോ ഇവിടെ കാണണേ, എങ്ങും പോവില്ലേ കേട്ടോ? ഓക്കെ, തുടങ്ങാം. തുടങ്ങാം. ഈ മത്സരത്തിൽ താങ്കൾ വിജയിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. 100%. 100ഒന്നും ഇല്ല, പിന്നെ ഒരു 150% അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. ഇന്ത്യക്കാരനാണോ താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി? അല്ല. ഭാരതീയൻ? അതെ. കമലഹാസൻ? അല്ല. മലയാളി? അല്ല. നേപ്പാളി, എരപ്പാളി, വഴക്കാളി അങ്ങനെ എന്തെങ്കിലും സ്വഭാവമുള്ള വ്യക്തി? അങ്ങനെയുള്ള ആളൊന്നുമല്ല. പുരുഷൻ? പുരുഷനാ. വെട്ടൂർ പുരുഷൻ? അല്ല. താങ്കൾ വിവാഹിതനാണോ? അല്ല. കുട്ടികൾ? 4 പേര്. കലാസാഹിത്യം, സാമൂഹിക, മതപരമാത്മീയം ഇതിൽ ഏതെങ്കിലും ഒന്നാണോ അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല? അല്ല. രാഷ്ട്രീയം, രാജാവ്, പടയാളി, സ്വാതന്ത്ര്യ സമര സേനാനി? അതെ. സ്വാതന്ത്ര്യ സമര സേനാനിയാണോ? അറിയാല്ലേ, ഇന്നലെ എന്നെ ഇങ്ങോട്ട് വിളിച്ചേ. സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അല്ലേ? അദ്ദേഹം ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട് അല്ലേ പെട്സൺ? ഉണ്ടോ? ഉണ്ടായിരിക്കണം. ഉണ്ടെന്ന്. ഒരു മിനിറ്റ്. എന്താ? ഒന്ന് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ അറിയാമല്ലോ. ഏയ്, ഫോൺ ചെയ്യാനൊന്നും പാടില്ല. ഇല്ല, ഒന്നും പാടില്ല. ഞങ്ങൾ ഈയിടെയായിട്ട് കണ്ടുമില്ല, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒന്ന് ചോദിക്കും. ഉണ്ടായിരിക്കും അപ്പാ? ഉണ്ടായിരിക്കും. ഓക്കെ, ഉണ്ടായിരിക്കും എന്നാണ്. ഇല്ല, സത്യമായിട്ടും ഇല്ല. ഇല്ല? ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഇല്ലായിരിക്കും അല്ലേ? ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്, അത്രേ ഉള്ളൂ. എനിക്ക് നമുക്ക് എന്തുകൊണ്ടും ഞാൻ പറയാൻ തയ്യാറാ. ഓക്കെ, ഉണ്ട് എന്നാണ് ഉത്തരം അല്ലേ? ഉണ്ടോ? പറഞ്ഞോളൂ. ഞാൻ പറയണല്ലേ? ഉണ്ടില്ല. ഉണ്ടവൻ എനിക്കിഷ്ടമാണ്, ഉണ്ണാത്തവൻ എനിക്കിഷ്ടമാണ്. പക്ഷേ ഉണ്ണാതെ അശ്വമേധത്തിൽ പങ്കെടുക്കാൻ വന്ന പെട്സനെ എനിക്ക് വളരെ വളരെ ഇഷ്ടമായി. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല പെട്സൺ, ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, ഏതെങ്കിലും ഒന്ന് പറയുക. മലയാള സാഹിത്യത്തിന് ഒരു പുതിയ വാക്ക് സമ്മാനിച്ചിരിക്കുകയാണ് പെട്സൺ, ഉല്ല. ഉല്ല എന്ന വാക്ക് നമുക്ക് സമ്മാനിച്ച പെട്സനെ നമുക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം അനാവശ്യ മെത്തത്തിലേക്ക്. മിസ്റ്റർ പെട്സൺ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? ഒന്നാനാം കുന്നുമേൽ ഓരടി കുന്നുമേൽ 1000 കിളി കൂടി വെച്ച് കൂട്ടിനിളങ്കിളി താമരപ്പെങ്കിളി താന്നിരുന്നാടുന്ന പൊന്നോല. എന്ത് മനസ്സിലായി? മനസ്സിലായോ? ഇല്ല. ഇതുപോലെ എനിക്കൊന്നും മനസ്സിലായില്ല. എന്തെങ്കിലും പറയുമ്പോൾ കിട്ടിക്കിട്ടിക്കിട്ടിക്കിട്ടിങ്ങോട്ട് പറഞ്ഞാൽ പോരാ, ഇടയ്ക്കൊക്കെ ഒരു ശ്വാസം വിടാം. ശ്വാസം വിടുന്നത് നല്ലതാ. ഓക്കെ അല്ലേ? ശ്വാസം വിടുന്നത് നല്ലതാണ്. ഓക്കെ, എൻ്റെ അടുത്ത ചോദ്യം. താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി ഒരു അല്പവസ്ത്രധാരിയാണോ? മനസ്സിലായില്ല. ലോകപ്രശസ്ത നടിമാരെ പോലെ ഷക്കീലെ മറിയൻ, രേഷ്മയും സിന്ധുവിനെ പതുക്കെ പറ.
മിസ്റ്റർ പെർസൺ, ഷക്കീലയും മറിയൻ രേഷ്മയും സിന്ധുവിനെയും പോലെ വളരെ കുറച്ച് വസ്ത്രങ്ങൾ മാത്രം ധരിക്കുന്ന വ്യക്തിയാണോ താങ്കളുടെ മനസ്സിലുള്ളത്? അതെ. ആണ് അല്ലേ? അദ്ദേഹം ഒരു കരണത്തടിച്ചപ്പോൾ മറുകരണം കാണിച്ചു കൊടുത്ത വ്യക്തിയാണോ? അതെ. യെസ് അല്ലേ? നോ. നോ? യെസ് അല്ലേ? യെസ്. യെസ് അല്ലേ? നോ 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 നോയാ. നോയാണ്. നോ ഇല്ലല്ലോ, യെസ് അല്ലേ? യെസ് അല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. യെസ് ആണെങ്കിൽ ചിലപ്പോൾ നോ ആയിരിക്കും, ചിലപ്പോൾ എന്നാ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഒരു നോ പോലെ തോന്നുന്നു. ഓക്കെ പെർസൺ, ഞാൻ സൂക്ഷിച്ച് നോക്കുന്നില്ല, പറഞ്ഞോളൂ. യെസ് 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 നോ അല്ല യെസ് നോയും പിന്നെ പറഞ്ഞോളൂ. എൻ്റെ ദൈവം ഇത് വരണ്ടല്ല. യെസും നോയും എല്ലാം മനസ്സിലാവും. സ്നോ. മിസ്റ്റർ പെർസൺ, യെസ് ഓർ നോ ഇതിലേതെങ്കിലും ഒന്ന് പറയുക. ഓർ പോരെ. അദ്ദേഹത്തിന്റെ കയ്യിലെ അദ്ദേഹത്തിന് താങ്ങായി തണലായി എന്തെങ്കിലും ഉണ്ടായിരുന്നു പെർസൺ? ഉണ്ടായിരുന്നു. ഈ ലോക പ്രശസ്ത കോമഡി താരം ചാർലി ചാപ്ലിന്റെ തലയിലോ തൊപ്പിമാരെ വിസ്മയിപ്പിക്കാൻ, ചിരിപ്പിക്കാൻ, രസിപ്പിക്കാൻ കയ്യിലൊരു സ്റ്റിക്കും ഉണ്ടായിരുന്നു. അതുപോലെ ഇദ്ദേഹത്തിന് താങ്ങായി തണലായി എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ചോദ്യം. ഐ മീൻ സ്റ്റിക്ക്. അറിയാല്ലേ, എന്നിട്ട് കളിപ്പിക്കുക. ഒരു സ്റ്റിക്കുമെന്തി നടക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിലെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അതെ. മിസ്റ്റർ പെർസൺ, അദ്ദേഹത്തെ സാധാരണഗതിയിലുള്ള മരണത്തിൽ പെടുത്താമോ? പെടുത്തണോ? പെടുത്തണമെന്നോ? പെടുത്തണ്ട അത്രേ ഉള്ളൂ. എന്തുവാണ് സാർ തീരുമാനിക്കുക? പെടുത്തണ്ടെന്നേ. പെടുത്തണ്ട അല്ലേ? പെടുത്തണ്ട. ഓക്കെ, പെടുത്തിയേക്കാം. നമ്മൾ പെടുത്താതിരിക്കേണ്ട വല്ല കാര്യമുണ്ട്. പെടുത്തുന്നതല്ലേ. ചിലപ്പോൾ പെടുത്താതിരുന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് വല്ല ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പെടുത്തി കഴിഞ്ഞാൽ ഭയങ്കര വിഷയവും. പെടുത്തണ്ട എന്നാണ് ഉത്തരം അല്ലേ? ഓക്കെ, അദ്ദേഹത്തെ പെടുത്തണം കേട്ടോ. പെടുത്തണം, അല്ലേ ശരിയാത്തില്ല. പെടുത്തണ്ടേ എന്നാണ് എൻ്റെ ചോദ്യം. പെടുത്തണ്ടെങ്കിൽ പിന്നെ പെടുത്തി. അദ്ദേഹത്തെ സാധാരണഗതിയിലുള്ള മരണത്തിൽ പെടുത്തി അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു സ്റ്റിക്കുമെന്തി നടക്കുന്ന, ഒരു കരണം തടിച്ചപ്പോൾ മറുകരണം കാണിച്ചു കൊടുത്ത അല്പവസ്ത്രധാരിയായ അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എനിക്കറിയാം, എൻ്റെ മനസ്സിലുണ്ട്. പറയട്ടെ പെർസൺ, മറ്റാരുമല്ല ശ്രീ ഗോപാലകൃഷ്ണ ഗോഖലെ. കറക്റ്റ്? ഗോപാലകൃഷ്ണ ഗോഖലെയോ? എടാ, ഏത് കൊച്ചു പിള്ളേരോട് ചോദിച്ചാലും അറിയാം ഇത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണെന്നുള്ള കാര്യം. മനസ്സിലായോ? ഒരു പ്രാവശ്യം എനിക്ക് തെറ്റിപ്പോയി. ഗോതമ്പ് വിളയുന്ന ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച് ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി മാത്രം പോരാടി ഇന്ത്യൻ ജനതയെ കണ്ണീരൊപ്പിയെടുത്ത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് നമ്മോട് പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മജി. സത്യാഗ്രഹം, നിസ്സഹകരണം, വിദേശ വസ്ത്ര ബഹിഷ്കരണം, ഉപ്പ് സത്യാഗ്രഹം എന്നിവയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു പുതുപുത്തം പോരാളി കിട്ടി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മനസ്സിൽ വിചാരിച്ച് 1 പവന്റെ സ്വർണം കരസ്ഥമാക്കിയ പെർസണ് നമ്മുടെ 1000 അഭിനന്ദനങ്ങൾ. ഓക്കെ, താങ്ക് യു. ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോളൂ. ഒരാളെ മനസ്സിലാക്കാനിട്ട് ഇങ്ങനെ 23 ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ നിസ്സാരം 3 ചോദ്യം കൊണ്ട് തൻ്റെ മനസ്സിലിരിക്കുന്ന ആളെ ഞാൻ പറഞ്ഞു നടക്കുകയല്ല. നടക്കും. 21 ചോദ്യം കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ഞാൻ കണ്ടുപിടിക്കുന്ന ആൻസർ ഇദ്ദേഹം വെറും 3 ചോദ്യങ്ങൾ കണ്ടുപിടിക്കുമെങ്കിൽ ഈ കസാര ഞാൻ ഇദ്ദേഹത്തിന് വിട്ടുകൊടുക്കും. സത്യം? ഉറപ്പാണല്ലോ? ഉറപ്പ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി ക്വസ്റ്റ്യൻ ചോദിക്കാമല്ലോ? ചോദിച്ചോളൂ. ശ്രദ്ധിച്ചോണേ. ക്വസ്റ്റ്യൻ നമ്പർ 1. യെസ്. താങ്കൾ വിചാരിച്ച വ്യക്തി ഇന്ത്യൻ? അതെ. എന്താ ഇത്? ഒരു മ്യൂസിക് ഉള്ള നല്ലൊരു പ്രോഗ്രാമല്ല, നല്ല പഞ്ചുണ്ടാവും. ആയിക്കോട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 2. താങ്കൾ വിചാരിച്ച വ്യക്തി മലയാളി? അതെ. മൂന്നാമത് എന്താണ് അയാളുടെ പേര്? മമ്മൂട്ടി. അത്രേ ഉള്ളൂ. സപ്രേ ഓടി വാടാതെ, എനിക്കൊരു കറങ്ങുന്ന കസേര കിട്ടി. Naughty boys. Naughty boys. നമ്മുടെ നാടിൻ്റെ ഒരു പോക്കേ, പിള്ളേരെല്ലാം വഴി പഠിച്ചു പോയി. ടെൻഷൻ അടിച്ചിട്ടാണ് വയ്യ. നിക്കടാ അവിടെ. 1 സെക്കൻഡ്. എടാ, എന്തിനാണ് ഈ വിലയില്ലാത്ത പണിക്ക് പോണേ? നീയൊക്കെ ഒറ്റൊരുത്തം കാരണം ഈ നാടിന്റെ കംപ്ലീറ്റ് വിലയും പോയത് അറിയാവോ? എടാ, ഈ വിലയില്ലാത്ത സാധനം എല്ലാവർക്കും കൊടുത്തു ഈ നാടിന്റെ കംപ്ലീറ്റ് വില നീയൊക്കെ കളഞ്ഞല്ലേ? നല്ല മധുരമുള്ള സാധനമായിരുന്നു.
ഇപ്പൊ ഐസ്ക്രീം എന്ന് കേട്ട ആളുകൾ ഓടി രക്ഷപ്പെടും, അറിയാമോ? എന്റെ പൊന്ന് ചേട്ടാ, ഞങ്ങൾക്ക് ഇത് വിറ്റ് നടന്നാലേ എന്തെങ്കിലും മണി കിട്ടുള്ളൂ. നിനക്കിത് വിറ്റടന്നല്ലേ നല്ല മണി കിട്ടും. ഞങ്ങളിത് ആർക്കെങ്കിലും മേടിച്ചു കൊടുത്താലേ ഞങ്ങൾക്ക് നല്ല പണി കിട്ടും. പണി മനസ്സിലായോ? എന്താണോ നിന്റെ പേര്? മണിയൻ. മണിയാ? നിനക്ക് എവിടുന്നാണ് അതിന് മാത്രം മണി? അതല്ലേലും അങ്ങനെ അധികമായ ഐസ്ക്രീമും വിഷമാ. ദേ വരുന്ന അടുത്ത കണി. അയ്യോ, ഇത് എന്തു പറ്റും? ആണ്ട് ഇതെല്ലാം പറഞ്ഞു പോയല്ലോ. ഇതാരാ നിന്നെ തല്ലി? ഞാനിതിലെ പരിപാടി കഴിഞ്ഞു വന്നപ്പോ 3-4 പേര് ചേർത്ത് അടിച്ച് അച്ചാറാക്കി കേട്ടോ. ആന്തരം നിന്നെ തല്ലിയവര്? എന്റെ കയ്യിലിരിപ്പ് മോശാന്ന് പറഞ്ഞാ എന്ത് കയ്യിലിരിപ്പ്? എടാ, ഒരു കയ്യിലിരിപ്പ് മോശമാണെന്ന് പറഞ്ഞ ഇങ്ങനെയാണോ തല്ലുന്നു? എടാ, നീ നിന്റെ സ്വന്തം തന്ത വടിവാള് കൊണ്ട് വെട്ടിന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനെ വെല്ലാൻ പാടില്ല, അറിയോ? ഇതൊന്നും ചോദിക്കാൻ ഇവിടെ ആമ്പിള്ളേരില്ല. ഇതൊന്നും ചോദിച്ചിട്ട് തന്നെ കാര്യം. ചേട്ടൻ ചോദിക്കുവോ? ഞാൻ ചോദിക്കത്തില്ല, എന്റെ ചേട്ടൻ ചോദിക്കും. ചേട്ടന്റെ ചേട്ടൻ ആരാ? എടാ, എന്റെ ചേട്ടനാണ് കേരളത്തിലെ കംപ്ലീറ്റ് കൊട്ടേഷൻ എടുക്കുന്ന ടീം, മനസ്സിലായി? എന്റെ ദൈവമേ, സോറി, എന്റെ ജിംനാസ്റ്റിക് ഭഗവാനെ, എന്നെ കാത്തുകൊള്ളണമേ. എനിക്ക് നല്ല മസിലുകൾ നൽകി സഹായിക്കുമാറാകണമേ. എന്റെ ഉള്ള മസിലുകളൊക്കെ ഒന്ന് പിടപ്പിച്ചേക്കണേ. എന്റെ ദൈവം. എന്റെ ദൈവമേ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ. രക്ഷയില്ല. ഓ എന്റെ മനുഷ്യ, ഇതൊക്കെ എടുത്ത് പൊക്കണമെങ്കിലേ മര്യാദക്ക് 3 നേരം ഭക്ഷണം കഴിക്കണം. കൊക്കോപ്പുഴിന്റെ അസുഖമുള്ള നിങ്ങൾ മര്യാദക്ക് ഭക്ഷണവും കഴിക്കൂല, എന്നാ പൊക്കാൻ പറ്റാത്ത സാധനം പൊക്കാൻ വേണം. എടി, നിന്നെ കെട്ടി എന്റെ തലയിൽ എടുക്കാങ്കിലേ ഇത് ഞാനൊരു ദിവസം എടുക്കും. ഇതെന്റെ മസില് ഭഗവാനാണ്, സത്യം. എടുക്കും. ഇങ്ങോട്ട് മാറ്. ദേ, ഒരു കോരം പറഞ്ഞൊക്കെ ഞാൻ ഒന്ന് മാറ്. മാറ പോടാ. ദേ, ആ സാധനം ഇവിടെ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഒടിച്ചു തൂക്കി ദൂരെ അറിയ ഞാൻ പറഞ്ഞേക്കാം. നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എന്റെ വെയിറ്റ് തൊട്ട് കളിച്ചാലുണ്ടല്ലോ. എന്ത് ചെയ്യും നിങ്ങള്? ഒന്നുമില്ല. നിങ്ങൾക്ക് എന്ത് വെയിറ്റ് ആണ് മനുഷ്യ? എടി, എനിക്ക് ഈ വീട്ടിലൊരു വെയിറ്റ് ഇല്ലെങ്കിലും നാട്ടിൽ ഭയങ്കര വെയിറ്റാ. ഭയങ്കര വെയിറ്റ് തന്നെ. എടി, ഈ നാട്ടിലെ കംപ്ലീറ്റ് കൊട്ടേഷൻ എടുത്തിറക്കുന്ന എന്റെ അടുത്താണോ നിന്റെ കൊട്ടേഷൻ? കൊട്ടേഷൻ? ദേ, നിങ്ങള് കൊട്ടേഷന് പറഞ്ഞു വിട്ട ആ ഇടിവെട്ട് വാസുണ്ടല്ലോ, പുറത്ത് വന്ന് നിപ്പുണ്ട്. അവൻ എന്താന്ന് വെച്ചാ കൊടുത്തു വിടും മനുഷ്യ. ഞാൻ എന്തു പറഞ്ഞാലും വളരെ കൃത്യനിഷ്ഠമായിട്ട് ചെയ്യുന്ന ഒരു ശിഷ്യനുള്ളത് അവനാ. മോനെ വാസു, എടാ, കയ്യും കാലും വെട്ടാൻ പറഞ്ഞവൻ കയ്യും കാലും ഒടിച്ചോണ്ട് വന്നിരിക്കുന്നു. എന്ത് കോലാടാ ഇത്? എന്റെ പോട്ടെ ആശാനെ, ആശാൻ തല്ലാനല്ലേ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ. തല്ലു പറയുമ്പോ തടയാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അവന്മാര് പറഞ്ഞു ആശാന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഈ ഒരു വിരല് മാത്രം ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാം വെട്ടിക്കളഞ്ഞു. എന്നാ ഒരു കാര്യം ചെയ്യും, നീ ആ മൂലക്ക് പോയി. ആശാനെ, എന്റെ ഈ കയ്യും കാലും ഒക്കെ ഒന്ന് പുറത്തോട്ടെ, ഞാൻ കാണിച്ചു തരാം കേട്ടാ. നീ എന്ത് ചെയ്യും? ഞാൻ വല്ല കൂലിപ്പണി എടുത്ത് ജീവിക്കും. എന്റെ കയ്യും പോയി, എല്ലാം പോയി. ഇവന്റെ ഒരു എന്റെ പൊന്നെ കൊതുകുത്തിയായിരുന്നു. ഞാൻ വിചാരിച്ച അപ്പുറത്ത് സുരേഷ് വന്ന് തന്നെ വെട്ടിയായിരിക്കും വടിവാളിന്. അപ്പുറത്തെ വീട്ടിലെ സുരേഷേ, അവന്റെ വീടിന്റെ അതിരുകല്ല് മാന്തി എന്ന് പറഞ്ഞ ആ ചെറുക്കൻ എന്റെ പുറകെ വടിവാളുമായിട്ട് നടക്കുവാ. ഞാനങ്ങും മാന്തിട്ടില്ല, എന്റെ അമ്മച്ചാണ് സത്യം. എടാ, കണ്ണുകുത്തി പൊട്ടിക്കല്ലേ, ഇവന്റെ കണ്ണിലെ കരട് അവൻ എടുക്കുന്നു. ആചാര്യ എന്നെ ഒന്ന് രക്ഷിക്കണം. എന്തേ?
രക്ഷിക്കുന്ന കാര്യമാണ് എന്നോട് പറയണ്ട, ശിക്ഷിക്കുന്ന കാര്യമാണ് പറഞ്ഞാൽ മതി. അങ്ങനെ പറയില്ലേ ആശാൻ, എന്നെ ഒന്ന് രക്ഷിക്കണം. 5-6 പേര് എഴുതി എന്നെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി എന്റെ കൈയൊക്കെ കണ്ടോ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് അവരെ തിരിച്ചു തല്ലണം. നിനക്ക് തല്ലെങ്കിൽ നീ എന്തിനാ ഇങ്ങോട്ട് വന്ന്? നിനക്കങ്ങ് പോയി തല്ലിയാ പോരെ? എനിക്കല്ല, എനിക്ക് വേണ്ടി ആശാൻ പോയി അവരെ കൂലിക്ക് തല്ലണം. അതിന് എന്ത് അലവ് വന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ വീട് വിട്ടിട്ട് ഞാൻ കാശ് തരും, എന്നിട്ട് ഞാൻ പോയി വാടകയ്ക്ക് താമസിക്കും. പക്ഷേ വാടക ആശാൻ കൊടുക്കണം. ആഹാ, ഈ കൊട്ടേഷൻ എനിക്ക് വേണ്ട. അങ്ങനെ പറയരുത്, എന്നെ ഉപേക്ഷിക്കരുത് ആശാന്. ഇത് ഭയങ്കര ശല്യമായല്ലോ. ആട്ടെ, നിന്നെ ആരാ തല്ലിയത്? എന്നെ തല്ലിയത് സമൂഹത്തിലെ ഉന്നതന്മാരെ അറിയാവാ. ഞാനറിയാത്ത ഉന്നതന്മാരാണ് ഇവിടെ ഉള്ളത്. രാഷ്ട്രീയക്കാരെ എന്നെ തല്ലിയത് അറിയാവാ. പിന്നെ 3-4 ചെറുപ്പക്കാരും. രാഷ്ട്രീയക്കാരെ തല്ലാനൊന്നും ഞാനല്ല കേട്ടോ. പിന്നെ മറ്റേ പിള്ളേരുടെ കാര്യം അതെന്റെ പിള്ളേര് നോക്കിക്കോളൂ. കൊള്ളാം, അടിയിന്ന് കേട്ടപ്പോ ഇവന്മാരെല്ലാം ഓടി രക്ഷപ്പെട്ടോ. ഫാസ്റ്റ് ടീം. ഇതിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി, ആശാന് രാഷ്ട്രീയക്കാരെ പേടിയാന്ന്. എനിക്ക് രാഷ്ട്രീയക്കാരെ പേടിയൊന്നും ഇല്ല. പിന്നെ എടാ, ഇത്രയും വൃത്തികെട്ട പരിപാടി വല്ലവരും ചെയ്യുവോ? ഇതിനൊക്കെ നല്ല വല്ല പെമ്പിള്ളേരെ തല്ലി മേടിക്കുന്ന അന്തസ് അറിയാവോ? പിന്നെ നീ ആയതുകൊണ്ടാണ് ഈ തല്ലി മേടിച്ചത്. ഞാനായിരുന്നെങ്കിലോ ഈ പാദം ഇവിടെ ഇരുന്നേനെ. പെടലിക്ക് ചവിട്ടുന്നല്ല, ഒറ്റ ഓട്ടമാ. ഓടുന്ന ഓട്ടത്തിൽ ഈ പാദം ഇവിടെ വരും. അത്ര സ്പീഡാ ഓട്ടത്തിൽ. ചീത്തപ്പുലി അല്ല, നല്ല പുലി ഓടുന്നതാണോ ഞാൻ ഓടുന്നത് അറിയാവോ? ഞാനൊരു സത്യം ചോദിച്ചോട്ടെ, ആശാൻ ഈ കൊട്ടേഷന്റെ ആള് തന്നെയാണോ? എന്നെ കണ്ടിട്ട് നിനക്ക് വിശ്വാസം വരുന്നില്ല? എടാ, ഈ ശരീരത്തിലൊന്നും ഒരു കാര്യമില്ല. ഒരാളായാൽ മനസ്സ് വേണം. മനസ്സുണ്ട് ഇവിടെ ആർക്കും എന്തും ചെയ്യാം. ആശാൻ ഞാൻ ഏൽപ്പിച്ച കാര്യം എപ്പ ചെയ്യും? എന്റെ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് നടക്കുന്നത് രാത്രി 12 മണിക്ക് ശേഷമാണ്. എന്റെ അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ വരെ നടന്നത് രാത്രി 12 മണിക്ക് അറിയാവോ? ആശാൻ ഈ പകല് ചെയ്ത എന്നെ കുഴപ്പം? പകല് ചെയ്യാൻ പറ്റത്തില്ല. അത് എന്തുകൊണ്ട് ഈ പറ്റത്തില്ലെന്ന് പറയുന്നത്? പകല് ചെയ്ത രക്തം കണ്ട എനിക്ക് തലകറങ്ങും. ഈ രക്തം കണ്ട തലകറങ്ങുന്ന ടീമാണോ എന്നെ തല്ലിയോലെ തല്ലാൻ പോകുന്നത്? എനിക്ക് വിശ്വാസമില്ല. നീ കൊട്ടേഷൻ സിനിമ കണ്ടോ? ഞാൻ കണ്ട്. ആചാരം അഭിനയിച്ചിട്ടുണ്ടായില്ലേ? ഞാൻ അഭിനയിച്ചിട്ടൊന്നുമില്ല. നീ കൊട്ടേഷൻ കണ്ടില്ല? ഞാനും കൊട്ടേഷൻ കണ്ട്. ഞാനും കൊട്ടേഷന്റെ ആള് തന്നെ അറിയാവോ? ആചാൻ ഇന്ന് വരെ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? കൊന്നിട്ടുണ്ടോ? എടാ, കടയ്ക്കൽ റോബിൻ, മനക്കൽ സാഗർ, ഇല്ലിക്കൽ റൈനോൾഡ്, ഇവന്മാരൊക്കെ ഒറ്റ രാത്രി കൊണ്ട് ക്ലോസ് ആക്കിയവനെ ഞാൻ അറിയാവോ? ഇത്രയും ദാതാക്കന്മാരെ ആചാൻ ഒറ്റ രാത്രി കൊണ്ട് കൊന്നോ? പെടലിമാരൊന്നും ദാതാക്കന്മാരല്ല. പിന്നെ തൊട്ടടുത്ത് വീട്ടിലെ പട്ടികളില്ലേ, ഒരു ദിവസം ഞാൻ എല്ലാത്തിനും വിളിച്ച് ചോറിനകത്ത് വിഷം കലക്കി കൊന്നു കളഞ്ഞു. എന്ത് ശല്യമാണെന്നറിയാവോ? ഇതെല്ലാം നടക്കാൻ പറ്റത്തില്ല പട്ടികൾ കാരണം. കേവലം ഒരു പട്ടിയെ കൊന്നതാണ് ഇത്ര കഴുത്തി പറഞ്ഞത്. എനിക്ക് ആശാന് വിശ്വാസമില്ല. എടാ, പട്ടിയെ മാത്രമല്ല, ഞാൻ പലരെയും ഞാൻ തല്ലിയിട്ടുണ്ട് അറിയാവോ? ആരെ തല്ലിയിട്ടുണ്ടെന്നാ? എടാ, ഈയിടെ കീരിക്കാരൻ ജോസിന് ഒരു അടി കൊടുത്തിട്ടേ 7 ദിവസം ആശുപത്രി കിടന്നത് അറിയാവോ? ആര്? ഞാൻ. എന്റെ 2 കൈ ഒടിഞ്ഞു പോയില്ലടാ. ആണല്ലേ? ഈ കൊട്ടേഷൻ തരാൻ ആശാന് എനിക്ക് വിശ്വാസമില്ല. എടാ, ഒരു കൊട്ടേഷൻ വരുന്ന ഒരാൾക്ക് ആദ്യം വേണ്ടി എന്താണെന്നറിയാവോ? വിശ്വാസം അല്ല, അഡ്വാൻസ്. ആശാൻ ഈ കൊട്ടേഷനൊക്കെ ആയിട്ട് നടക്കുന്നെങ്കിലേ വെളിയിൽ ഒറ്റയ്ക്കൊക്കെ ഇറങ്ങി നടക്കുമ്പോ സൂക്ഷിക്കണം. അതെന്താ? ശത്രുക്കളൊക്കെ വല്ലതും ചെയ്യും. എടാ, എനിക്കാരും പേടിയില്ല. അതെന്താ ആശാൻ? എടാ, ഞാൻ എവിടെ പോയാലും എന്റെ അരയിലൊരു കഠാര കാണും. ഓ, കഠാര ഉള്ളവരുടെ പേടിയില്ലല്ലേ? അഥവാ എന്തെങ്കിലും വന്നു പോയാ ഈ കഠാര അങ്ങോട്ട് വലിച്ചൂരിട്ടുണ്ടല്ലോ, തന്നെത്താൻ കുത്തി ഞാൻ ചത്തുകളി. അല്ലാതെ എനിക്ക് വൈ വല്ലോന്റെ കുത്തുകൊണ്ട് ചാകാൻ. നമസ്കാരം. കേരളത്തിലെ അനുകരണ കലയിലൂടെ പ്രശസ്തരായ കലാകാരന്മാരെ അണിനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഭാസംഗമ പരിപാടിയാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. ഈ പ്രതിഭാസംഗമ പരിപാടിയിലേക്ക് നിങ്ങൾക്കേവർക്കും ഊഷ്മളമായ സ്വാഗതം. അനുകരണ കലയ്ക്ക് പുതിയ ഭാവങ്ങൾ കണ്ടെത്തിയ ഒരു കലാകാരനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മിസ്റ്റർ രമേശ്. ഇതെന്താ താൻ കൈയടിച്ചോണ്ട് വരുന്നത്? ആരും കൈയടിച്ചില്ല, അതുകൊണ്ട് ഞാൻ അടിച്ചു. അത്ര ശരി, ആരും കൈയടിച്ചില്ല, അന്നേരം താൻ കൈയടിക്കും. പിന്നെ വേണ്ടേ? ഓക്കെ, താങ്കൾ നടന്മാരെയൊക്കെ എടുക്കുമോ? നടന്മാരെ എടുക്കുമോ എന്ന് ചോദിച്ചാൽ ഇന്ദ്രൻസിനെയൊക്കെ വേണമെങ്കിൽ ഞാനൊരു വിധത്തിനങ്ങ് എടുക്കാം. പക്ഷെ കൊച്ചിൻ കനീഫയൊന്നും പറ്റത്തില്ല. അതെന്താ പറ്റത്തില്ലാത്ത? നല്ല തടിയല്ലേ, ഞാൻ പൊക്കിയ പൊങ്ങത്തില്ല. രമേശ്, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. പിന്നെ താങ്കൾ ആരെയൊക്കെ അനുകരിക്കും എന്നാണ് പറയേണ്ടത്. അനുകരിക്കുന്നത് ആരെയാന്നൊക്കെ ചോദിച്ചാൽ ഈ സിനിമ നടന്മാരുടെ ശബ്ദം ഞാൻ അത്ര അനുകരിക്കാറില്ല. ഇല്ല, ഞാൻ കൂടുതലും അനുകരിക്കുന്നത് ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഒരാഴ്ചയിൽ ചുരുങ്ങിയത് ഒരു 21 മണിക്കൂർ അങ്ങ് TV കാണുന്നുണ്ടെന്നാണ് കണക്ക്. തീർച്ചയായിട്ടും കാണാറുണ്ട് അല്ലേ? പിന്നെ അപ്പൊ ഇത്രയും ആൾക്കാർ ദിവസവും TV-യിലൂടെ കാണുന്ന ശബ്ദങ്ങൾ, TV-യിലൂടെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്ന ശബ്ദങ്ങൾ, TV-യിലൂടെ കേൾക്കുന്ന ശബ്ദങ്ങൾ, അതുപോലുള്ള ശബ്ദങ്ങൾ മാത്രമേ ഞാൻ അനുകരിക്കാറുള്ളൂ. അതെ അതെ. അപ്പൊ താങ്കൾ ആദ്യമായിട്ട് ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. എന്താണ്? പ്രതിഭാ സംഗമം അല്ലേ? അതെ. ഞാൻ എന്റെ കൂട്ടത്തിൽ 3-4 ഫ്രണ്ട്സിനെ കൊണ്ടുവന്നിട്ടുണ്ടെന്നേ. താങ്കളുടെ സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. സൂപ്പർ
സൂപ്പർ മിമിക്രിക്കാര്, വളരെ വെറൈറ്റി ആയിട്ട് ചെയ്യുന്നവരാണ്. അവര് നടന്മാരുടെ ശബ്ദം തന്നെയായിരിക്കും, പക്ഷെ കംപ്ലീറ്റ് വെറൈറ്റി നടന്മാരായിരിക്കും. വെറൈറ്റി നടന്മാരെ ഓക്കെ, നമുക്ക് അവരെ വിളിക്കാം, സൗകര്യം പോലെ അവരെ വിളിക്കാം. ഓക്കെ, താങ്കൾ ആദ്യമായിട്ട് വെറൈറ്റി ആയിട്ട് ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്നൊന്ന് പറയും. എന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ, ഈ ഏഷ്യാനെറ്റിൽ ഇവർക്കൊക്കെ അറിയാം ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള വാർത്താധിഷ്ഠിത പരിപാടിയാണ് TN ഗോപകുമാർ അവതരിപ്പിക്കുന്ന കണ്ണാടി. കറക്റ്റ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയും കളിയാക്കാൻ വേണ്ടി അല്ലാതെ നമുക്ക് TN ഗോപകുമാറിന്റെ ഒരു കണ്ണാടി പ്രോഗ്രാം ആദ്യം അങ്ങ് അവതരിപ്പിക്കാം. ഓക്കെ, കണ്ണാടി കാണാം. അപ്പൊ TN ഗോപകുമാറിന്റെ ഒരു കണ്ണാടി. മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് വീണ്ടും സ്വാഗതം. 2004 അവസാനിക്കുമ്പോൾ കണ്ണാടി തിരിഞ്ഞു നോക്കുകയാണ്. തിരിഞ്ഞു നോക്കുന്ന കണ്ണാടി കാണുന്ന ഏറ്റവും വലിയ കാര്യം ആന്റണി മന്ത്രിസഭയുടെ പതനമാണ്. കണ്ണാടി കണ്ടത് ഇങ്ങനെയാണ്. 2004 ആരംഭത്തിൽ മായമ്മ എന്ന പരമ്പരയിലെ മായമ്മ മാറുകയുണ്ടായി. മായമ്മയുടെ ഈ തിരോധാനത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദൻ ഇങ്ങനെ പ്രതികരിച്ചു. ഇറങ്ങിപ്പോകുവാനായി നിയമസഭയിൽ ചെന്ന ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. മായമ്മ പോയത് ആന്റണി സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ടു മാത്രമാണ്. നാണമില്ലേ ആന്റണി? മായമ്മയും കൂടെ പോയ സ്ഥിതിക്ക് അധികാരത്തിൽ തുടരാൻ നാണമില്ലേ ആന്റണി? ആന്റണി ആന്റണി അച്യുതാനന്ദന്റെ ഈ വാക്കുകളോട് മുഖ്യമന്ത്രി AK ആന്റണി സ്വതസിദ്ധമായ ശൈലിയിൽ പ്രതികരിച്ചു. വളരെ മൃഗീയവും വളരെ പൈശാചികവുമായ ആരോപണമാണിത്. സർക്കാരിൻ്റെ ഖജനാവിൽ 10 പൈസയില്ല, 10 പൈസയിൽ ആരോട് ചോദിക്കാൻ വേണ്ടി തരികയില്ല. ഇതിൻ്റെ ഇടയിൽ എൻ്റെ പൊന്നു മോളെ മായമ്മ, മോൾ എവിടെ പോയെങ്കിലും എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് മടക്കി വരിക. ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുന്ന K കരുണാകരൻ ഈ വാക്കുകളോട് തീർത്തും മറ്റൊരു രീതിയിൽ പ്രതികരിച്ചു. ആന്റണി എന്ത് പറഞ്ഞു? ആന്റണി എന്ത് പറഞ്ഞു? ആന്റണിക്ക് ഭരണമെന്ന പണി അറിയില്ല. അറിയാമായിരുന്നെങ്കിൽ മായമ്മ പോവില്ലല്ലോ. ഇനിയിപ്പോൾ പോയ മായമ്മ ആര് കൊണ്ടുവരും? ആര് കൊണ്ടുവരും? ഇനിയിപ്പോൾ പോയ മായമ്മ എൻ്റെ മുരളി കൊണ്ടുവരും. അവനെ അത് കഴിയൂ. ഇതോടുകൂടി ഈ കണ്ണാടി സമാപിച്ചു. താങ്ക് യു. കൊള്ളാം. എന്നെ സമ്മതിക്കണോ അല്ലേ? അയ്യോ, അല്ലെങ്കിൽ നീ സമ്മതിക്കുമല്ല. മൊത്തം കഴിവാ, ഭയങ്കര കഴിവാണ്. പിഴിഞ്ഞെടുക്കണം. കാര്യം പറയല്ല, നീ വലിയൊരു സംഭവമാണ്, എനിക്ക് മനസ്സിലായി ഇപ്പം. അല്ല, ഞാൻ സമ്മതിക്കില്ല. അപ്പോഴേ ഇനി എൻ്റെ കൂട്ടുകാരൻ്റെ പ്രകടനമാണ്. കൂട്ടുകാരൻ്റെ പ്രകടനം? അതെ അതെ, തീർച്ചയായിട്ടും നമുക്ക് ആ കൂട്ടുകാരൻ്റെ പ്രകടനം എന്താണെന്ന് ഇവിടെ ഒന്ന് കാണാം. അവനെ നമ്മുടെ അഭിനയത്തിലെ സൂപ്പർ അഭിനയകലയുടെ പെരുന്തച്ഛൻ തിലകൻ ഉണ്ടല്ലോ, തിലകന്റെ സൗണ്ട് അവൻ എടുക്കുന്നത് കണ്ട തിലകൻ പോലും പേടിച്ചു. രമേശന്റെ സുഹൃത്ത് സിനാജ് ഇതാ തിലകനായി നിങ്ങളുടെ മുമ്പിലേക്ക്. പുളുത്തും എന്താ ഇന്ദുചൂടൻ്റെ ഫ്യൂച്ചർ പ്ലാൻ? യു ഷുഡ് ബി സീരിയസ് അബൌട്ട് ദാറ്റ്. കൃഷിക്കാരി നോക്കാൻ കാര്യസ്ഥനെ നിർത്തിയാൽ മതി. അതിനുവേണ്ടി തൻ്റെ ജീവിതം താൻ വേസ്റ്റ് ചെയ്യണ്ട. അപ്പം മനസ്സിലാവുന്നുണ്ടോ? സ്വന്തം യൗവനം ദാനം കൊടുത്ത് അച്ഛൻ്റെ ജരാന്തരികൾ ബാധിച്ച മകൻ്റെ കഥയല്ല നിൻ്റെത്. സ്വന്തം യൗവനം എറിഞ്ഞുടച്ച 6 വർഷം അച്ഛനെ എത്തി തീറ്റിയ മകനാ നീ. എനിക്ക് എന്നെ കാണണ്ട. നീ പോടാ മോനെ ദിനേശ. ഞാൻ കൈയടിച്ചില്ലേ അവൻ പിണങ്ങൂന്നേ. ഇനിയും വിളിക്കാം കേട്ടോ. നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് കച്ചകെട്ടി ഇറങ്ങിയേക്കുവാണല്ലേ? പിന്നെ ഭയങ്കര സെറ്റപ്പ് അല്ലേ? എന്തെങ്കിലും ആയിക്കോട്ടെ. ഇനി താങ്കൾ എന്താണ് വെറൈറ്റി ആയിട്ട് കാണിക്കുന്നത്? അവൻ ഇനിയും വിളിക്കണേ? തീർച്ചയായിട്ടും വിളിക്കാം, അവസരമുണ്ട്. അതെ അല്ലേ? അപ്പൊ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പണ്ടൊക്കെ നമ്മൾ ഈ ആകാശവാണി വാർത്ത കേൾക്കുമായിരുന്നു. ആകാശവാണി വാർത്ത അത് കഴിഞ്ഞ് നമ്മൾ പത്രം തുറന്നു വെച്ച് പത്രം നോക്കി ഇവരെല്ലാം വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ആ ഗതിയൊക്കെ മാറി. ഇപ്പൊ ആൾക്കാർ വാർത്ത എന്തെങ്കിലും കാണണമെങ്കിൽ ആദ്യം നോക്കുന്നത് ഇന്ത്യ വിഷൻ ചാനലാണ്.
തീർച്ചയായിട്ടും ഇപ്പം കൂടുതൽ വാർത്തകൾ തന്നെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യ വിഷൻ ചാനലിലൂടെയാണ്. പിന്നെ 24 മണിക്കൂറും വാർത്തയാണ് ഈ ഇന്ത്യ വിഷനകത്ത്. അത് തന്നെ. അപ്പൊ ഇന്ത്യ വിഷനിലെ വാർത്താ വായനയിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ നികേഷില്ലേ, അറിയാവോ? നികേഷ് തീർച്ചയായിട്ടും കാണാറുണ്ടോ? പിന്നെ വാർത്തയിലെ നമ്മൾ കാണുന്നുള്ളൂ, വാർത്തകളല്ലേ നമ്മൾ അറിയേണ്ടത്. അപ്പൊ നികേഷിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അപ്പൊ നികേഷ് വാർത്ത വായിക്കുന്ന ആ നികേഷിന്റെ ശബ്ദമാണ് ഇനി അനുകരിക്കുന്നത്. ഓ അത് ശരി, നികേഷിന്റെ ശബ്ദമാണ് താങ്കൾ അനുകരിക്കാൻ പോകുന്നത്. അതെ അതെ. അപ്പൊ ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഇത് വാർത്ത വായിച്ച് അങ്ങ് തുടങ്ങുന്ന സ്ഥലമല്ല. പിന്നെ ഇത് വാർത്ത വായിച്ച് 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 ഈ വാർത്ത നല്ല ടെമ്പോയിലെത്തി. ഓ അത് ശരി ശരി. ഈ അരമണിക്കൂറുള്ള വാർത്ത ഒരു 15 മിനിറ്റായി അപ്പോഴുള്ള വാർത്തയാണ്. നല്ല മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന സമയം. അതെ ഓക്കെ ഓക്കെ, നമുക്കതൊന്ന് കാണാം. അതിനകത്തും വരുന്നുണ്ട് 2 സാംസ്കാരിക ആൾക്കാർ, സാംസ്കാരിക നായകന്മാർ വരും. ഒന്ന് നമ്മുടെ ഐസ്ക്രീം പാർലർ കേസിലൂടെ വിവാദ നായകനായ ഒരു മന്ത്രി വരും, സുകുമാർ അഴീക്കോട് വരും. അങ്ങനെ കുറച്ച് പേരൊക്കെ ഈ വാർത്തക്കകത്തുണ്ട്. ഓക്കെ, നമുക്കതൊന്ന് കാണാം. അപ്പൊ ഇന്ത്യ വിഷനിലെ വാർത്ത വായിക്കുന്ന നികേഷിനെ ഒന്ന് കാണാം. നികേഷ്. കരിപ്പൂർ വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംഭവ സ്ഥലത്ത് ഞങ്ങളുടെ പ്രതിനിധി ഭഗത് ഉണ്ട്. ഭഗത്, എന്ത് കാഴ്ചകളാണ് നിങ്ങൾ അവിടെ കാണുന്നത്? അല്ലെങ്കിൽ എന്ത് വിശേഷങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ കഴിയുക? നികേഷ്, അത് രാവിലെ തന്നെ മന്ത്രിയുടെ കാറ് കാത്ത് ഇവിടെ ഒരു സംഘം അക്രമികൾ കാത്തു നിൽക്കുകയുണ്ടായി. കാറ് കണ്ട ശേഷം ഇവർ പെട്ടെന്ന് കോലാഹലം ഉണ്ടാക്കുകയും അക്രമികളുടെ വ്യക്തമാകുന്നില്ല. കുറച്ചുകൂടെ വിശദമായി ചോദിച്ചാൽ നാളെ ബന്ദിനോ ഹർത്താലിനോ ഉള്ള സാധ്യത എന്തെങ്കിലും കാണുന്നുണ്ടോ, അതോ മറ്റെന്തെങ്കിലും സംഭവിക്കുമോ? നികേഷ്, ഇവിടെ മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിവിടുന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറം ഒരു പൊട്ടക്കാട്ടിൽ ഒളിച്ചിരുന്നുകൊണ്ടാണ് ഈ വാർത്ത നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതുകൊണ്ട് കൃത്യമായിട്ട് എനിക്കൊന്നും അറിയാൻ സാധിക്കുന്നില്ല. സാരമില്ല, പരുക്കൊന്നും കൂടാതെ സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു വരിക. ഇപ്പോൾ സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം ഐസ്ക്രീം പാർലർ കേസിലെ വിവാദ നായകനായ മന്ത്രിയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. സാറിന് എന്താണ് പറയാനുള്ളത് ഈ വിവാദത്തെക്കുറിച്ച്? അല്ലല്ല, നോ 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 എനിക്കെതിരെ ഇതിനു മുമ്പും പലതവണ പല ആരോപണങ്ങളും വന്നിട്ടുണ്ട്. ഇതിനൊക്കെ രാജിവെക്കലാണോ പതിവ്? സാർ, ഐസ്ക്രീമിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നോ 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 യു കൻ ആസ്ക് അബൌട്ട് ഐ.ടിയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. മറ്റു ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നതിന് ഇവിടെ പ്രസക്തമല്ല. ശരി സാർ, താങ്കൾക്ക് മടങ്ങാം. ഇപ്പോൾ സാംസ്കാരിക നായകനായ സുകുമാർ അഴീക്കോട് ഇവിടെയുണ്ട്. സാറിന് ഐസ്ക്രീം പാർലർ കേസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ വളരെ ജടിലവും മൃച്ഛകടികവുമായി പറയുമ്പോൾ IT എന്ന് പറയുന്നത് സത്യത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജിയാണ്, അല്ലാതെ ഐസ്ക്രീം ടെക്നോളജി അല്ല എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. താങ്ക് യു. ഇന്ത്യ വിഷൻ ന്യൂസ് റൗണ്ട് അപ്പ് ഇനി രാത്രി 6:30 കേൾക്കാം. കൊള്ളാം കൊള്ളാം, മതി അടിച്ച് പൊളിക്കണ്ട. നമുക്ക് ഇനി വേണ്ടത് അടിക്കാൻ കൈ. ഞാൻ അടിക്കും. ഇനിയൊരു സംഭവം. എന്താണ് സംഭവം? മറ്റവന്റെ സംഭവം. നമ്മുടെ മുമ്പേ വന്ന എന്താണ് അത്? ഇനി എന്തായിട്ടാണ് വരാൻ പോണത്? അവൻ ഇനി കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഈ സത്യൻ മാഷിന്റെയും പ്രേം നസീറൊക്കെ ഈ മലയാള സിനിമയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിൽ ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്തൊരു നടനുണ്ട്. അതാരാണത്? ഷാറൂഖ് ഖാൻ. ഇത് അറിയാൻ പാടില്ല അത് ആരാന്ന്? ആരാത് പറ. ജോസ് പ്രകാശ്. ഓക്കെ, ഒരുപാട് വില്ലൻ കഥാപാത്രം ചെയ്ത ജോസ് പ്രകാശ്. അവനെ ഒന്ന് വിളിച്ചാൽ അപ്പൊ നമ്മുടെ രമേശിന്റെ സുഹൃത്ത് വീണ്ടും സിനാജ് ഇവിടെ ജോസ് പ്രകാശായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നു. അല്ല മിസ്റ്റർ ബാബു, താങ്കൾ പറയുന്ന കാര്യങ്ങൾ എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഹോട്ടൽ റിച്ച് മൂമെൻറ്റിൽ അതിമനോഹരമായ ഒരു ക്യാബ് ഡാൻസ് നടക്കുന്നുണ്ട്. അവിടെ പോയാൽ വളരെ വിലപിടിപ്പുള്ള വയർ നെക്ലസ് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ വയർ നെക്ലസ് കൊണ്ടുവന്നാൽ എൻ്റെ മോളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരും. മരിച്ചാണെങ്കിൽ ഐ വിൽ ഷൂട്ട്. അത്രയേ ഉള്ളൂ. മെസ്സിച്ചേക്കൂ, ഇവനെ പിടിച്ച് മധുരക്കൂടത്തിലിട്ടേക്കൂ. എങ്ങനെയുണ്ട് അവൻ? സൂപ്പർ അല്ലേ? അവൻ ഭയങ്കര സംഭവമാണ് കേട്ടോ. ഈ ഞാനും അവനെ ഭയങ്കര കോമ്പിനേഷനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ അങ്ങ് ഇറങ്ങിയിരിക്കുന്നത്. പറഞ്ഞാൽ ഇതുകൊണ്ട് ഇവന്റെ ഈ കഴിവുകൊണ്ടും എൻ്റെ ഈ കഴിവുകൊണ്ട് ഞങ്ങൾ എവിടെയൊക്കെ പോയെന്നറിയാം. എവിടെയൊക്കെ പോയി? എല്ലാ ഗൾഫ് കൺട്രീസ്, എല്ലാ കൺട്രീസിലും ഞങ്ങൾ ഒരുപാട് പരിപാടി നടത്തി. രാജ്യങ്ങളിലൊക്കെ പോയി പരിപാടി അവതരിപ്പിച്ച് അവിടെയൊക്കെ ഞങ്ങളെ സ്പോൺസർ ചെയ്യാൻ ഇങ്ങനെ കാശുകാരിങ്ങനെ വെമ്പി നിൽക്കുക. അത് ശരി. അപ്പൊ നിങ്ങൾ ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആരാണ്? ഇപ്പൊ എന്നെ ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആരാണ് പറയട്ടെ? പറ. കട്ട്ലെറ്റ് ജ്വല്ലറി, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. ദുബായിയുടെ തലസ്ഥാനമായ ജലാലയിൽ കട്ട്ലെറ്റ്സിന്റെ പുതിയ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഉദ്ഘാടന വേള മംഗളമാക്കിയ മലയാളികൾക്ക് 4 ഹൈൻഡായി കാർ സമ്മാനം. കട്ട്ലെറ്റ് ജ്വല്ലറി, ജനകോടികളുടെ സ്ഥാപനം. രമേശ്, നിങ്ങൾ വെറൈറ്റി ആയിട്ട് എന്താണ് ചെയ്യുന്നത്? വെറൈറ്റി ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. വെറൈറ്റി ആയിട്ട് ഈ പാസ്പോർട്ടിൻ്റെ ഒക്കെ അറേഞ്ച്മെന്റ്സ്, ഇന്റീരിയർ ഡെക്കറേഷൻ, അതുപോലെ AC റെഫ്രിജറേഷൻ, ടാറിങ്, മണ്ണ് പണി, വാർക്ക പണി. അവൻ നല്ല സൂപ്പറായിട്ട് ടാർ ചെയ്യും. ഇതൊക്കെയാണോ പ്രതിഭകൾ ചെയ്യുന്നത്?
ഹലോ ഇതൊക്കെ ഏത് പ്രതിഭയ്ക്കും ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാ. ഞാൻ ഉദ്ദേശിച്ച അതല്ല. നിങ്ങൾ വെറൈറ്റി ആയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നതാണ്? ഇവിടെ അനുകരണത്തില് സാർ അവന്റെ വടിവേലു കണ്ടിട്ടുണ്ടോ? എന്ത്? അവന്റെ സ്റ്റാർ അവൻ ചെയ്യുന്ന തമിഴ് സിനിമാ നടൻ വടിവേലുവിന്റെ ശബ്ദം. ഓ അങ്ങനെ. അതെ. ഓക്കെ, നമുക്കൊന്ന് കാണാം. நாட்டு சாரை கிடையாது நீ களவா ஆனா கடை வாங்க கொடுப்பு போகூட என்ன செய்யும் ஓடும் நதி போல ஓடிய நதியா கடலா கடலையா அடலா இல்லடா என்ன இது இல்லடா பொண்ணுங்களும் போது இதான் விவா விவா விப்பா ஒருட்டுமா நல்லா போலிப்புமா துஜி சொல்லியே மஸ் மஸ் அடலா ഇന്നാങ്കയ്യാ പൊയ്യാ. രമേശ്, ഇനി വെറൈറ്റി ആയിട്ട് എന്ത് സ്റ്റാർ ആണുള്ളത്? വെറൈറ്റി ആയിട്ട് ഇനി 9 കാലുള്ള ഒരു വലിയ സ്റ്റാർ ഉണ്ട്. എവിടെ? പള്ളിയിൽ വെച്ചിരിക്കുക. ക്രിസ്മസ് കഴിഞ്ഞാൽ അച്ഛൻ അത് എനിക്ക് തരും. പള്ളിയിലെ സ്റ്റാറിന്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മുടെ മലയാള സിനിമയിലെ സ്റ്റാറിന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. മലയാള സിനിമയിലെ സ്റ്റാർ അത് തന്നെ. ഇപ്പൊ വന്ന കൂട്ടുകാരനല്ലേ, അവന്റെ ഒരു കൂട്ടുകാരനുണ്ട്. അവനും കൂട്ടുകാരനുണ്ടോ? പിന്നെ അവൻ നല്ല സൂപ്പർ ആയിട്ട് കൊച്ചിൻ ഹനീഫെ കാണിക്കും. ഓക്കെ, എന്നാ വരാൻ പറ. പിള്ളേര് കടുകാണിച്ചത് പറഞ്ഞ കേട്ട് നേരാണ്. എന്തിനാണ് ചന്തി എന്ന് പറയുന്നത്? കുട്ടി എന്ന് പറഞ്ഞാൽ പോരെ. മാധവനൊന്ന് ചവിട്ടിയതാ 2 തുള്ളി. അത് കാറ്റുവീശ് മാത്രം, അത്രേ ഉള്ളൂ. കീറിക്കളഞ്ഞു സത്തേ. എന്താ ആർക്കും ഒരു സന്തോഷമില്ലാത്ത? എന്താ കേട്ടോ, ഷക്കില പറ്റേ. അതെ, കുറെ നേരമല്ലോ ഇങ്ങോട്ട് പറയുന്നത്. എന്ത്? കുറെ നടന്മാരുടെയും ടി വിക്കാരുടെ ഒക്കെ ശബ്ദം നമ്മൾ എടുത്തു. ഇപ്പൊ ഈ വന്ന കൂട്ടുകാരന്റെ വേറൊരു സംഭവം ഉണ്ട്. എന്ത് സംഭവം? അവനൊരു സിനിമയുടെ കുറെ സംഭവങ്ങൾ കാണിക്കും. സിനിമയുടെ സംഭവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വ്യക്തമാക്കി പറഞ്ഞത്. നമ്മുടെ ഇംഗ്ലീഷിലെ സൂപ്പർ ഹിറ്റായ ജുറാസിക് പാർക്ക് എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ. ജുറാസിക് പാർക്ക്. സാധാരണ നമ്മൾ വേറെ സിനിമയൊക്കെ കാണാൻ തിയേറ്ററിൽ പോയി കഴിയുമ്പോൾ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് വരാൻ പോകുന്ന സിനിമയുടെ ട്രെയിലർ കാണിക്കും. ഏതാനും ഭാഗങ്ങൾ കാണിക്കും. കുറെ ഭാഗങ്ങൾ മാത്രം എടുത്ത് കാണിക്കും. അത്തരത്തിൽ സൂപ്പർ ഹിറ്റായ ജുറാസിക് പാർക്ക് എന്ന് പറയുന്ന ഇംഗ്ലീഷ് സിനിമയുടെ പലതരം ശബ്ദങ്ങൾ ട്രെയിലറായിട്ട് ശബ്ദാനുകരണത്തിലൂടെ അദ്ദേഹം ഇവിടെ ഇപ്പം അവതരിപ്പിക്കും. അപ്പോൾ ജുറാസിക് പാർക്കിന്റെ ട്രെയിലർ. This is the Star TV Network and you're watching Star Movies. DTS. Steven Spielberg from Jurassic Park. Johnny, finance the help me. What is the finance? Yes, the finance. The help me is the film. What's the finance? The help me all the finance. The Johnny, the finance. Where is this woman?
bloody shit. The finance of the girl, ma'am, is. Naughty boys, naughty boys. Naughty boys, naughty boys. മിഴിമുന കൊണ്ട് നെഞ്ചിൽ എന്നെ പേടിപ്പിക്കില്ല കേട്ടോ. ഞാൻ കുറെ പേടിപ്പിച്ചിട്ടുണ്ട് കേട്ടടാ. എന്നെ പേടിപ്പിക്കാൻ വന്നിരിക്കുന്നു. മോനെ ഇത് തിന്നു മോനെ. ഇതൂടെ കഴിച്ചിട്ട് പോ. ഇതൂടെ കഴിച്ചിട്ട് പോ മോനെ. ദേ അങ്ങോട്ട് പോയ മാക്കം പിടിക്കൂട്ടോ. ചക്കരമുത്ത് പഞ്ചാരമുത്ത് അച്ഛന്റെ മുത്ത്. അങ്കിളാണോ എന്റെ അച്ഛൻ? വലിയ വായിയാണോ കൊച്ചു വർത്താനം പറയുന്നത്? ഇവൻ പറയണേ കേട്ടോ. അവനോടെ സ്നേഹത്തിൽ ഒന്നും സംസാരിക്കരുതും. അതെന്നാ? അവൻ ഫുഡൊന്നും കഴിക്കുന്നില്ല. അയ്യോ. ആ അവനെ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ച് വിട്ടേര്. പേടിപ്പിക്കണം. ഇപ്പൊ പേടിപ്പിക്കാം. നീ പുട്ട് കഴിഞ്ഞില്ലേ? പോയി പുട്ടില്ലടാ. എന്താടാ നിനക്ക് പുട്ട് തിന്നാ? ഒരു കുറ്റി പുട്ടിന്റെ അത്രയുള്ള നിനക്ക് 2 കുറ്റി പുട്ട് തിന്നാ എന്താടാ? നിന്റെയൊക്കെ പ്രായത്തില് ഞാൻ പുട്ടും പഴവും തിന്നിട്ടുണ്ട് അറിയോ? കൊന്നോളത് ഞാൻ. ഡോ താൻ എന്തിനാണ് എന്റെ കൊച്ചിനെ പേടിപ്പിച്ചേ? എന്നെ പേടിപ്പിക്കാൻ പഠിപ്പിക്കില്ല കേട്ടോ. ഞാൻ കൊറേ പേടിപ്പിച്ചിട്ടുള്ളവല്ല. എല്ലാരും പേടിപ്പിക്കുന്നതൊക്കെയല്ല ഞാൻ പേടിപ്പിക്കുന്നത്. ഞാൻ പേടിപ്പിച്ച ശരിക്കും പേടിക്കും അറിയാമോ? ഇല്ല ഞാൻ പേടിപ്പിക്കും. എന്നെ അറിയാൻ പാടില്ല കേട്ടാ. കേട്ടടി ചേട്ടാ. ഓ കേട്ടോ, ഇങ്ങോട്ടൊന്ന് വന്നേ. ആ തിരുമോന്തൊന്ന് കാണട്ടോ. എന്റെ ചേട്ടൻ ആരാന്ന് തനിക്കറിയാവോടോ? നിന്റെ ചേട്ടൻ ആരാണ് എനിക്കെന്താ? കളിച്ച് വീട്ടിൽ കയറിയാണ്ട കളിക്കുന്നേ. സാറേ ഈ കൊച്ചെന്നെ പേടിപ്പിക്കുന്നു. ഞാനല്ലേ പേടിപ്പിച്ചേ? ഇയാളെ എന്നെ പേടിപ്പിച്ചേ. എന്തോ ദൈവമേ, ഈ ചെറുക്കൻ കള്ളം പറ. മോനെ കള്ളം പറയില്ല, കണ്ണുകൂട്ടി പറയാവോ? സാറേ ഇവൻ നുണ പറ. ഇവനെ അറസ്റ്റ് ചെയ്യ് സാറേ. പേടിച്ചു പോയല്ലോടാ. Naughty boys, naughty boys. The way she came into the place, I knew right then and there. There was something different about this girl. The way she moved, her hair, her face, her lines, divinity in motion. When she stepped in the room, I could feel the aura of her presence. Every head turned down, passion and lust. The girl was persuasive, the girl I could not trust. The girl was bad, the girl was dangerous.
Good. Let's dance. Naughty boys. Naughty boys. രാവിലെ നല്ല മൂടാ. നല്ലൊരു വാടിപ്പാട്ട് ഞങ്ങൾ എഴുതിയേക്കാം. കഞ്ചാവ് തോട്ടത്തെ വെട്ടി നശിപ്പിച്ച ഫോറസ്റ്റ് ഓഫീസറേ, ഇത് ദ്രോഹമാ, ഇത് ദ്രോഹമാ, അടികൊള്ളണം, നിനക്ക് അടികൊള്ളണം. അതെ, അടികൊള്ളാത്തതിന്റെ കുറവ് തന്നെ നിങ്ങൾക്ക്. എന്റെ മനുഷ്യ, മലയാളത്തിൽ എത്രയോ നല്ല പാട്ടിട്ട് അതെല്ലാം കൂടി എടുത്ത് നിങ്ങൾ ഒരു മാതിരി അവ്യാജ പരുവത്തിലാക്കി നശിപ്പിച്ച് ജനത്തിന് കൊടുക്കും. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല മനുഷ്യ. പൊടി പൊടി പൊടി, നീ പോടാ. കേറി പൊടി പൊടി പൊടി. ആഹാ, നമസ്കാരം. ആരു നീ? എടാ പൊന്മകനെ, നിൻ പേര് ചൊല്ലാമോ? നിൻ ദൂരവിടാ, നിൻ വീടവിടാ, നീ പിരിവിൻ്റെ ആളാണോ? എന്റെ പൊന്നേട്ടൻ, ഞാൻ പിരിവാരൊന്നും അല്ല. ചേട്ടൻ എന്ത് കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി ആയിട്ട് പാരൽ ഗാനങ്ങൾ കൊണ്ട് മാത്രമേ മറുപടി പറയൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതനുസരിച്ച് ചേട്ടനെ കുറിച്ച് ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വന്നതാണ് ഞാൻ. ആര്യ ടി വിന്ന് വരികയാണ്. ചേട്ടനെ കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് അറിയാൻ കൊള്ളാം. എന്താണ് ചേട്ടന്റെ പേര്? മധുവെന്നും വിളിക്കില്ല, മനുവെന്നും വിളിക്കില്ല, ഗോപാലനെന്നു വിളിക്കും. എന്നയമ്മ ഗോപാലനെന്നു വിളിക്കും. കൊള്ളാം, ഗോപാലൻ. ചേട്ടന്റെ പേര് കൊള്ളാം. ചേട്ടന്റെ ഭാര്യയുടെ പേരെന്താണ്? മാലതിയ മൂദേവിയ മാമച്ചന്റെ മൂത്തമോള. അത് ശരി, ചേട്ടന് മാലതിയ മൂദേവിയ മാമച്ചന്റെ മൂത്തമോള. മനസ്സിലായി മനസ്സിലായി. മറ്റേ മാമച്ചൻ മുതലാളിയുടെ മകളെയാണ് കല്യാണം കഴിച്ചത്. ഓക്കെ, കുഴപ്പമില്ല. ചേട്ടന്റെ ഭാര്യനെ പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. എവിടെ പോയി? കാലത്ത് കടുങ്കാപ്പിയും പുഴുങ്ങിയ കപ്പയും തനിച്ചിരുന്നടിക്കുന്നു അടുക്കളയിൽ. അത് ശരി, ചുമ്മാ അടുക്കള കയറി ഇരിക്കുകയാണ്. അത് ശരി. ഇതാരേത്? എന്താ ഏട്ടാ, എന്ത് പറ്റി? നേരം വെളുത്തപ്പ കയ്യിൽ കിട്ടി കറണ്ടിന്റെ ബില്ല്. പേടിച്ചിരുന്നപ്പ പിന്നെ കിട്ടി ടെലഫോണിൻ ബില്ല്. കയ്യിൽ കാശില്ലാതെ എങ്ങനെ ഞാൻ അടയ്ക്കും ഈ ബില്ല്? എന്റെ വൈഫിനാണ് വലിവ്, കാശിൻ്റെ ഒടുക്കത്ത ചെലവ്. അതിനിടയ്ക്കാണ് ഇളകി എൻ്റെ ഒടിഞ്ഞ പല്ല്. ആ സമയത്തു തന്നെ വന്നു മുടിഞ്ഞ ബില്ല്. അയ്യോ, പേടിപ്പിക്കാതെ ചേട്ടാ. ചേട്ടാ, ഞാൻ ഇതൊന്നും അറിയാൻ വേണ്ടി വന്നതല്ല. ചേട്ടനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പം ചേട്ടൻ, നമ്മുടെ കേരളത്തെ കുറിച്ച് സാധാരണ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന്. അപ്പൊ ഈ ദൈവത്തിന്റെ സ്വന്തം നാട് കേരളത്തെ കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം എന്താണ്? വാണിഭം നടക്കുന്ന നാടാണ്, മന്ത്രി വാണിഭ കേസിലെ പ്രതിയാണ്. ഐസ്ക്രീം കാണുമ്പോൾ പേടിയാണ്, പാർലറിൽ പോകുവാൻ ഭീതിയാണ്, കൊടും ഭീതിയാണ്. അച്ഛനും അമ്മയും ചേട്ടനും കാണാതെ പാർലറിൽ പോകുമീ പാവമാം പെൺകൊടി. ഓ, അത് ശരി. ചേട്ടൻ എന്ത് ചോദിച്ചാൽ അതിന് ഈ പാരയുണ്ട് മാത്രമേ മറുപടി പറയുള്ളൂ അല്ലേ? അതൊക്കെ പോട്ടെ ചേട്ടാ. ഇപ്പൊ ലോക പ്രശസ്തമായ ഒരു കളിയാണ് ക്രിക്കറ്റ് കളി. ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ ക്രിക്കറ്റ് കളിയിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുകയാണ്. ഇന്ത്യയുടെ സച്ചിൻ തെണ്ടുൽക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു ഹരമാണ്. അപ്പൊ ചേട്ടൻ, ഈ സച്ചിൻ തെണ്ടുൽക്കറെ കുറിച്ചുള്ള ചേട്ടന്റെ അഭിപ്രായം എന്താന്ന് പറയാം? തന്തയ്ക്കു ശ്വാസം നിലച്ചപ്പോൾ പണ്ട് സിക്സറടിച്ചവൻ ടെസ്റ്റിൽ സിക്സറടിച്ചവൻ. അപ്പൊ ചേട്ടൻ, എനിക്കൊരു ചെറിയ സംശയം. വന്നപ്പം ചേട്ടൻ ധാരാളം പാട്ട് പാടി, അതുകൊണ്ട് ചോദിക്കാം. ചേട്ടൻ ഇത്ര അറിവ് ഇത് എവിടെ നിന്നാണ് ലഭിച്ചത്? ചേട്ടൻ എന്താണ് വായിക്കുന്നത്? ഈ പത്രങ്ങളൊക്കെ വായിച്ചാലേ അറിവ് കിട്ടുള്ളൂ. എന്ത് പത്രമാണ് ചേട്ടൻ വായിക്കുന്നത്? മലയാള ഭാഷയിൽ ഇറങ്ങുന്ന പത്രങ്ങൾ ചന്ദ്രിക, ദേശാഭിമാനി, അത് ശരി, മാധ്യമം, മംഗളം, കേരള കൗമുദി, മലയാള മനോരമ, മാതൃഭൂമി. ഓ, അത് ശരി. ഈ പത്രങ്ങളെല്ലാം ചേട്ടൻ വായിക്കും. അതൊക്കെ പോട്ടെ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുണ്ട്. ചേട്ടൻ കുറെ നാളായിട്ട് ഇങ്ങനെ പാരഡി കൊണ്ട് മാത്രമേ മറുപടി പറയാറുള്ളൂ. അപ്പം ചേട്ടൻ ഈ പാരഡി ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം എന്തെങ്കിലും പറയാമോ? എന്റെ ചേട്ടൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു. ഇത് ഞാൻ വേണേ പ്രസിദ്ധീകരിക്കത്തില്ല, ചേട്ടൻ വേണേ പറഞ്ഞു. അമ്പലക്കുളങ്ങര കുളി കാണാൻ ചെന്നപ്പം അയിലത്തെ പെമ്പിള്ളേർ
പെരുമാറി എന്റെ കല്യാണി കള്ളവാണ് കമലാക്ഷി മീനാക്ഷി ഒലക്ക കൊണ്ടവരെന്റെ തലക്കടിച്ച് എന്തിനാ ചുമ്മാ ഒരു കാര്യം മുട്ടനൊരു തല്ലുകൊണ്ട് പെട്ടെന്ന് ഞാൻ തിരിഞ്ഞപ്പോൾ അയിലത്തെ കമലാക്ഷി എറിഞ്ഞു വീഴ്ത്തി. അവളുടെ തള്ളയൊരു കത്രിക പൂട്ടുപൂട്ടി കളരിയ ശാന പോലെ വാരിയലക്കി. ഇത് എന്തിനാണ് ഇത് ചെയ്തത്? എനിക്ക് അറിയാൻ മേലായിട്ട് ചോദിക്കുക. ചേട്ടന്റെ കയ്യിലിരിപ്പുണ്ടല്ലോ ഇവരിങ്ങനെയൊക്കെ ചെയ്തത്. അല്ല അതൊക്കെ പോട്ടെ, നമ്മുടെ ഇന്റർവ്യൂ വളരെ നന്നായിട്ട് പോയി. ഇപ്പൊ ഇത് കാര്യം ഞാനിപ്പോൾ ഇതിനകത്ത് പ്രസിദ്ധീകരിക്കത്തില്ല. ചേട്ടന് വളരെ നന്ദിയുണ്ട്. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി നല്ലൊരു അഭിമുഖം തന്നതിന് വളരെ നന്ദിയുണ്ട്. ഈ കാര്യം ഇവിടെ നിൽക്കട്ടെ. ചേട്ടനോട് രഹസ്യമായിട്ട്, അതായത് നമ്മൾ മാത്രം അറിയാൻ വേണ്ടി പേഴ്സണലായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ചേട്ടൻ ഇപ്പം കുളി കാണാൻ പോയോണ്ടല്ലേ അടി കിട്ടിയത്. ചേട്ടൻ എവിടെയാണ് കുളി കാണാൻ പോണത്? ഏറ്റുമാനൂരമ്പലത്തിൻ കുളക്കടവിൽ ഡെയിലി പാത്തി നിന്ന് പതുങ്ങി നിന്ന് കുളിസിയും കാണും. ഡെയിലി കുളിസിയും കാണും. അത് ശരി, ഏറ്റുമാനൂരമ്പലത്തിലാണ് ഇയാൾ കുളിസിയും കാണാൻ പോകുന്നത്. ചുമ്മാതല്ല, ഒരു മാസമായിട്ട് എന്റെ ഭാര്യ പറയുന്നത് കുളിച്ചോണ്ടിരിക്കുമ്പോൾ ഒരുത്തം വന്ന് എത്തി നോക്കുന്നത്. അത് താനല്ലേ? അടി അല്ലടി ഇറക്കുമ്പോ പല്ലാക പൊളിഞ്ഞ് വല്ലാത്ത വേദനയാ. എന്ത് ചെയ്യാന്? ഈ നാടകം ഇപ്പൊ അങ്ങനെ തുടങ്ങും. എന്റെ പൊന്നു ചേട്ടാ ഇപ്പൊ തുടങ്ങും. ഒന്ന് സമാധാനപ്പെട്. ഒരാഴ്ചയല്ലോ തുടങ്ങാന്ന് പറഞ്ഞിട്ട്. എന്നാര് പറഞ്ഞു? നാടകം തുടങ്ങണം. ചേട്ടാ ഒന്ന് അടങ്ങിയിരുന്നേ. ഇവനാ പോയത്. ഇയാൾക്ക് എന്താ പ്രശ്നം? എന്താ ഞാനങ്ങനെ പ്രശ്നം? ഈ നാടകം അങ്ങനെ വെറുതെ സംസാരിക്കും. ഒറ്റടിയും പറ്റില്ല. നിനക്കെന്താ നാടകം തുടങ്ങാൻ? എന്താണ് നാടകം തുടങ്ങാത്ത? എടാ തുടങ്ങാൻ. തുടങ്ങിക്കോളും. നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ട്? നാടകം തുടങ്ങി നീ അവിടെ ഇപ്പൊ തുടങ്ങും. നീ ഒന്ന് സമാധാനായിട്ടിരി. നാടകം ഇപ്പൊ തന്നെ തുടങ്ങും. നാടകകുമാരൻ ഇവിടെ നിന്ന് കുത്തിയിരുന്ന് എഴുതുവാണോ? എടാ നീ ഒച്ച വെക്കാതെ അവര് മേക്കപ്പ് ചെയ്യാ. അതുകൊണ്ടാണ് മേക്കപ്പ് ചെയ്തോണം. അല്ല പെട്ടെന്ന് ഞാൻ അവന്മാരെ പാക്ക് പോയി. അറിയോ? എടാ നീ ഒന്ന് അവിടെ ഇരി. ഒന്ന് സമാധാനപ്പെടും. ഒന്നുമില്ല, ഇപ്പൊ തന്നെ തുടങ്ങും. ഞാനാ പറയുന്നത്. അതെ, ഇനി ഒരു പ്രശ്നമില്ല. വെല്ലു കേട്ടോ, ഇപ്പൊ തന്നെ പരിപാടി തുടങ്ങും. എടാ ഇത് നമ്മുടെ പരിപാടിയാ. നീ വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ. ഏറ്റല്ലോ ഇതാ ഇപ്പൊ തുടങ്ങും. ഇവിടെ സിനിമാ പേര് വെച്ചുള്ള നാടകം തുടങ്ങാൻ പോവാ. ആരെങ്കിലും മിണ്ടിയ എല്ലാത്തിനും കൊന്നുകളയും. മോനെ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട്. കോട്ടയം ചങ്ങനാശ്ശേരി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന ഏറ്റവും പുതിയ നാടകം നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. രചന കോട്ടയം കുഞ്ഞച്ചൻ. സംവിധാനം കാസർഗോഡ് കാദർഭായ്. സംഗീതം പല്ലാവൂർ ദേവനാരായണൻ. ഗാനരചന ടി.പി. ബാലഗോപാലൻ എം.എ. വസ്ത്രാലങ്കാരം ചിന്താവിഷ്ടയായ ശ്യാമള. ഗതാഗതം അനിയം ബാവ ചേട്ടൻ ബാവ. രംഗപടം ആർട്ടിസ്റ്റ് സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി. നിർമ്മാണം നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. കൗസല്യാ സുപ്രജാ രാമപൂർവാ സന്ധ്യാ പ്രവർത്തത്തെ. ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, ജ്യോതിർമയ്യാമുഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ, സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറിമുണ്ടും ചുറ്റി നീ എവിടെ പോയിരുന്നു മോളെ? ശങ്കരധ്യാന പ്രകാരം ജപിച്ചു ഞാൻ അമ്പലം ചുറ്റുകയായിരുന്നു അച്ഛാ. ഓഹോ, ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും. ഗോപുരവാതിൽ തുറന്ന് ആ ഗോപകുമാരനെ എനിക്കൊന്ന് കാണണം. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു,
മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. പക്ഷേ മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് ഈ മണ്ണ് പങ്കുവെച്ചു. അല്ല, മനസ്സ് പങ്കുവെച്ചു. ഈശ്വര, അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസ്സാം ശംഖുമൂതി ജന്മഹേഹമിട്ടിറങ്ങിപ്പോരും അഭയാർത്ഥിയാം ഭിക്ഷാപാത്രത്തിൽ നിറയ്ക്കുക നിങ്ങളൊരിത്തിരി സ്നേഹാമൃതം. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമൻ അച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമിൻ അച്ഛനെയാണെനിക്കിഷ്ടം. ആ പിന്നെ മോളെ, മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ നിന്നാൽ വേണം മോളെ കല്യാണം. കണ്ടില്ലേ, പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു. അയ്യാ, കണ്ണാടി പുറയിൽ വിരിയണ കുളിരല പോലെ. ദൈവമേ, വച്ച വച്ചാന വച്ചാന തപ്പ് തപ്പ് മേരെ ടിപ്പ് ടിപ്പ് മേരെ. എവറി ടൈം ഐ വാണ്ട് ടു സീ യു മൈ ഗേൾ, സീ യു മൈ ഗേൾ. നാഥ, നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. താവകവേദിയിൽ നിൻമിഴിപ്പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥ, നീ വരും കാലൊച്ച കേൾക്കുവാൻ. വിടൂ. കണ്ണാമ്പൂത്തിലേലെ, കാട്ടുകുറിഞ്ഞിലേലെ, മിന്നാ മിന്നിലേലെ, പൊന്നായി പൂക്കുമേലെ. ചാങ്ക ചക്കട ചക്ക ചക്ക, ചാങ്ക ചക്കട ചക്ക ചക്ക. വാ പാടാം, നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. എന്തിനു പാഴ്ശ്രുതി മീട്ടുവതിനിയും തന്ത്രികൾ പൊട്ടിയ തമ്പുരുവിൽ, ഈ തമ്പുരുവിൽ. കുട്ടി, പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ. അതിന് എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തില്ലേ? പെണ്ണെ, പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ ഒരു താമര മൊട്ടായിരുന്നു നീ. കണ്ണെഴുതാൻ അറിയില്ല, പൊട്ടുകുത്താൻ അറിയില്ല. എട്ടും പൊട്ടും തിരിയാത്ത വേറെ ഒരു പാവാടക്കാരി അല്ലേ? അതെ, എന്റെ ലജ്ജാവതിയെ, നിന്റെ കള്ളക്കടക്കണ്ണിൽ താഴംപൂവോ താമരത്താരോ അതോ തേനോ തേൻ നിലാവോ? ബാലേട്ടാ, കണ്ണാടിപ്പുഴയിലെ വെള്ളാരം കല്ലുമായി മണിമാടം കിട്ടിയ നമ്മുടെ കുട്ടിക്കാലം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോന്നോ? ഒന്നോളം മാമ്പഴം അണ്ണാറക്കണ്ണനുമായി പങ്കുവെച്ച് പകുത്തെടുത്തതും, അപ്പൂപ്പൻ തടിയാൽ മേൽമീശ വെച്ചതും, രാജാതിരാജ വേഷമിട്ടതുമെല്ലാം ഞാൻ ഓർക്കുന്നു. എന്റെ ബാലേട്ടാ. മായേ, വിശക്കുന്നല്ലോ വിശക്കുന്നല്ലോ, ഭക്ഷണം തായോ ഭക്ഷണം തായോ. തൂശനില മുറിച്ചു വെച്ച് തുമ്പപ്പൂ ചോറ് വിളമ്പി ആശിച്ച കറിയെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ആട്ടെ, എന്താ കറി? അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ആഹാ, വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൻ മീനോ എവിടെ? ദേ അകത്ത്. കൊക്കാമണ്ടി കോനാനിറച്ചി. ആർക്ക് വേണം? ആർക്ക് വേണം? എനിക്ക് വേണം. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി, നിന്റെ തിങ്കളാഴ്ച നോയമ്പെന്ന് മുടക്കും ഞാൻ. ഇഷ്ടമല്ലടാ, എനിക്ക് ഇഷ്ടമല്ല. നിന്റെ തൊട്ട് നോട്ടം എനിക്ക് ഇഷ്ടമല്ലടാ. എൻ കരളിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി, മാപ്പ്. നിന്റെ മിഴിമുന കൊണ്ടെന്റെ നെഞ്ചിലൊരു ബല്ലേ ബല്ലേ, നിന്റെ ചിരിമഴ നനഞ്ഞപ്പോ ചുണ്ടിലൊരു ബല്ലേ ബല്ലേ. എടീ, പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി,
പ്രേമം ചുണ്ടിൽ ഗാനം നൽകി. ഒന്ന് പാടൂ നാട്ടുമൈനേ. നിർത്തൂ. പെൺകൊടിമാരെ കെട്ടിപ്പൂട്ടിയ ഭൂതത്താനെ, നിന്റെ കോട്ട ഇടിച്ച് പൊടിച്ച് നിരത്തും, സൂക്ഷിച്ചോളൂ. ബാലേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും നാളും കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം ഈ കാക്ക കൊത്തിക്കൊണ്ടുപോയേനെ. എടാ പടകാളി, ചണ്ടി, ചങ്കിരി, പോക്കിരി, മാക്കിരി, ആരാ നീ? ആമ്പൽപ്പൂവേ, അണിയും പൂവേ, ഇവളെന്റെ മുറപ്പെണ്ണ്. മുറപ്പെണ്ണ്. വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് ഐ ആം തിങ്കിങ് ഓഫ് യു. നിർത്തൂ. ജനിച്ചതാർക്ക് വേണ്ടി അറിയില്ല, ജീവിച്ചതാർക്ക് വേണ്ടി അറിയില്ല. ഓർത്താൽ ജീവിതം ഒരു ചെറിയ കാര്യം. പക്ഷെ ഇങ്ങനെ ആർത്തി കാണിച്ചിട്ട് എന്ത് കാര്യം? മയേ, പ്രേമിച്ച് പ്രേമിച്ച് നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും. അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും? നിങ്ങളുടെ ആശ തീരും. ഒന്നെങ്കിൽ ആൺകിളി അക്കരയ്ക്ക്, അല്ലെങ്കിൽ പെൺകിളി ഇക്കരയ്ക്ക്. അല്ലാതെ ഇവിടെ നിന്ന് ഹൊയിലമാലി ഹൊയിലൈസമാലി സമ്മതിക്കില്ല ഞാൻ. അമ്മാവ, പെൺകൊടിമാരെ കണ്ടാൽ ഇവന്റെ കണ്ണിനകത്തൊരു ചുടുവാദം. ഒരു പെൺകൊടി വഴിയെ നടന്നു പോയാൽ ഇവന്റെ ഇടക്കഴുത്തിന് പിടിവാദം. വേണ്ട വേണ്ട വേണ്ട, വേണ്ടാധീനം വേണ്ട, വേഷം കെട്ടലും വേണ്ട, ഏറി സുഖിപ്പിക്കലൊന്നും വേണ്ട. ആരടാ നീ? ഞാൻ ആട്ടോക്കാരൻ, നാലും തെരിഞ്ഞ റൂട്ടുകാരൻ, ന്യായമുള്ള റേറ്റുകാരൻ, നല്ലാപ്പാടും പാട്ടുകാരൻ, ഗാന്ധി പിറந்த നാട്ടുകാരൻ, കമ്പെടുത്ത വേട്ടക്കാരൻ, എറിയവങ്ക ഉറവുക്കാരൻ, ഇറക്കമുള്ള മനസ്സുകാരൻടാ. நான் ஏழுக்கெல்லாம் சொந்தக்காரன்டா, நான் ஏழுக்கெல்லாம் சொந்தக்காரன். അജുക്ക് എന്ന അജുക്കടാ, ഗുമുക്ക് എന്ന ഗുമുക്കടാ. അച്ഛാ, ആ പാവമാം കൃഷ്ണമൃഗത്തിനെ എന്തിനെ കാട്ടാള നീതി കൊണ്ട് അമ്പെയ്തൊടുക്കുന്നത്? എടി കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുവെണ്ണ കുയിലാളെ, കേറി പോടിയകത്ത്. ഹലോ, എന്ത്? വെണ്ണിലാച്ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണെന്നോ? എപ്പോ? സന്ധ്യ വൈകുന്നേരം ഗ്രാമചന്ത വിരിയുന്ന നേരത്തോ? ഓക്കെ, ഞാൻ ഇപ്പോൾ തന്നെ എത്താം. കുഞ്ഞളം കൈകൾ കൊണ്ട് നമുക്കത് കോരിയെടുക്കാം. അട്ടക്കടി പൊട്ടക്കുളം, ആനക്കടി നെറ്റിപ്പട്ടം, ആട്ടുകല്ലിൽ അരച്ച് നിന്നെ ഞാൻ ദോശ ചുട്ടോളാം. കേട്ടോടാ? സുന്ദരി, സുന്ദരി, ഒന്നൊരുങ്ങി വാ. നാളെയാണ് താലിമംഗലം. നിർത്തടാ. ധനുമാസ പെണ്ണിന് പൂത്താലം, മകരത്തിൽ കുളിരും നാണം, കുംഭത്തിൽ മംഗല്യ മകം തൊഴണം, പിന്നെ മീനത്തിൽ അവളുടെ താലികെട്ട്. അതുകൊണ്ട് വേഗം സ്ഥലം കാലിയാക്ക്. മരഞ്ചാടി നടന്നൊരു കുരങ്ങൻ, അവൻ മനുഷ്യന്റെ കുപ്പായമിട്ട് വന്നിരിക്കുന്നു പെണ്ണ് ചോദിക്കാൻ. മുതലാളി, എന്തടാ? നമ്മുടെ മായമ്മ പോയി. എന്റെ മോളെ, ആരുടെ കൂടെ? കേട്ടില്ലേ, കോട്ടയത്തൊരു മൂത്ത പിള്ളേച്ചൻ 90 കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ വന്ന്, താലി വാങ്ങി വന്ന്, മാല വാങ്ങി വന്ന്, ചെക്കനും കൂട്ടനുമായി പന്തലിച്ചെന്ന് അറിയാവോ? അപ്പോ എന്റെ കാര്യം? തന്റെ കാര്യമാ. ഗോവിന്ദ 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 ഗോവിന്ദ. കരയരുത് മനുഷ്യ, കരയരുത്. ഇല്ല, കനവുകൾ തേടി അലയരുത്. അതുകൊണ്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു? നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു? ആരോട് ചൊല്ലണമെന്നോ? 5 പൈസ പോലും ശ്രീധരൻ മേടിക്കാതെ ആ പെണ്ണിനെ കൊണ്ട് പോയില്ലേ, ആ കിളവിനോട് പോയി ചൊല്ലി.
മോനെ മോനെ സർല ചേച്ചി ഒന്ന് വിളിക്കാവോ? സർലേച്ചിയാണോ? ആ സർല ചേച്ചി ഒന്ന് വിളിച്ചു. സർലേച്ചി, ചേച്ചി. അയ്യോ അളിയോ? ആ അളിയാ. ആ അളിയനോ? എപ്പോ വന്നു? ഞാൻ കണ്ടില്ല. ഞാനത് ഇപ്പൊ വന്നേ ഉള്ളൂ. അളിയൻ എന്നെ കണ്ടില്ലായിരുന്നല്ലേ? ഇല്ല. പക്ഷെ ഞാൻ അളിയനെ കണ്ടു. അളിയനെ കണ്ടിരുന്നെങ്കിൽ വലിയ കൊമ്പത്ത് കയറ്റിയിരുത്തിയാനല്ലേ, വലിയ ആളാക്കിയാന്. ആ പോട്ടെ, നമ്മളെന്തിനാ അതൊക്കെ പറയുന്നു? എത്ര നേരമായിട്ട് നോക്കിയിരിക്കുന്നു. കണ്ടോ ഇപ്പൊ നമ്മളാരായി? നമ്മൾ ഒരു കറിവേപ്പില്ല വരത്ത 7-ാം കൂലി. എടി സറലേ, കൊള്ളാം കേട്ടോ. ഇന്ന് നീ കണ്ടോ? എടാ മോനെ, ഇത് എന്ത് പറ്റിയടാ? ഇത് മാൻഡില് പോയി. അയ്യോ, അവൻ വല്ലതും കഴിച്ചിട്ടാണോ പോയത്? ആര്? മാൻഡില്. എന്നെ പൊന്നിയേട്ടാ, ഞാൻ പെട്രോൾ മാക്സിന്റെ മാൻഡിൽ പോയ കാര്യമോ പറയുന്നത്? ആണോ? ഞാൻ വിചാരിച്ചേ ഇവിടുത്തെ ഇളവനുണ്ടല്ലോ സുനില്, അവന്റെ ഒരു കൂട്ടുകാരൻ ഇപ്പൊ കൊണ്ട് ഇറങ്ങിപ്പോലെ ടൈറ്റ് ജീൻസ് ഇട്ടു. അവന്റെ കാര്യമായിരിക്കും. അവന്റെ പേര് അനിൽ. അനിൽ അനിൽ. ആ എന്തായാലും ശരി, അവനൊരു മാൻഡിലിന്റെ ഷേപ്പാ. സറലേ, എത്ര നേരം വിളിക്കുന്നു? ഇങ്ങോട്ട് ഇറങ്ങി വന്നടി. എന്റെ അമ്മേ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ എന്താണ് മനുഷ്യ ഈ കാണിക്കുന്നേ? വാ, വന്ന് അകത്ത് കിടക്ക്. വേണ്ട, നീ എന്നെ സൂപ്പിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മളുടെ പെണ്ണുപിള്ള അവളെന്നെ അങ്ങ് സൂപ്പിക്കുക. അയ്യോ ദൈവമേ, എന്താണിത്? കല്യാണത്തിനിടാൻ കഴുകി തേച്ച് മടക്കി വെച്ചിരുന്ന ഷർട്ടാ. നിങ്ങൾ ഇത്ര മാത്രം കുടിക്കാൻ നിങ്ങൾക്ക് എവിടുന്ന കാശ്? നീ ഭൂമളെ ബാക്കിന്ന് പൈസ എടുത്ത് സാരിയും ചുരിദാറും ഒക്കെ മേടിച്ച് കിടന്നപ്പോ ഒരു കോട്ടർ മേടിക്കാനുള്ള പൈസ എനിക്ക് തന്നിരുന്നു. പുല്ലപ്പിടി മറിയാട മോളെ. ഓ എന്റെ പൊന്നു മനുഷ്യ, അകത്ത് പാ വിരിച്ചിട്ടുണ്ട്. വാ, വന്ന് കിടക്ക്. അവളെ മറ്റൊന്ന് വിളിച്ചു കിടത്തടി കേട്ടോ. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ മടുത്ത് പാടുന്നു. പോടിയാ വിടുന്നു. കല്യാണത്തിന് വന്നാണല്ലേ? ഞാൻ കല്യാണത്തിന് വന്നൊന്നല്ല കേട്ടോ. നമ്മളല്ല, നമ്മൾ വെറും കറിവേപ്പില്ല 7-ാം കൂലി. ഇപ്പൊ ആ പോയോളില്ലേ സർല, അവിടെ ഭർത്താവാ ഞാൻ. എനിക്ക് ആമ്പിറില്ലേലും അവളെൻ്റെ ഭാര്യ. മനസ്സിലായോ സുഹൃത്തെ? നോട്ട് ദ പോയിന്റ്. ഈ വീട്ടിലെ മൂത്തള്ളിനെ എന്നെ കല്യാണം വിളിക്കാൻ ഇവർ പറഞ്ഞു വിട്ടാരാന്നറിയോ നിങ്ങൾക്ക്? അല്ലാണ്ട് അപ്പുറത്തെ വീട്ടിലെ വാസുവിനെ. അപ്പം ഞാനാരായി? നമ്മൾ വെറും കറിവേപ്പില്ല വരത്തൻ 7-ാം കൂലി. പിന്നെ നമ്മുടെ ഇളയ അനിയത്തിൻ്റെ കല്യാണമായിട്ട് നമ്മുടെ അനിയച്ചാർ ഇവിടെ ഉള്ള ചെറുപ്പക്കാർക്കൊക്കെ OCR, OPR, ജോണി വാക്കർ എല്ലാവർക്കും സപ്ലൈ ചെയ്ത് എല്ലാവർക്കും മേടിച്ചു കൊടുത്തു. ഈ മൂത്തള്ളിനെ എനിക്ക് ഒരു പാൻപിരാഗ് പോലും ഇയാൾ മേടിച്ചു തന്നില്ല, അറിയോ? അപ്പം ഈ കല്യാണം ഞാൻ കുളവാക്കണം. കുളവാക്കണോ കിണറാക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം കേട്ടോ. പക്ഷെ ഞാൻ ഈ കല്യാണം കുളവാക്കും. മോനേടാ ഐസ്പെഡറാണ് കൊണ്ട് തള്ളിക്കൂട് കളി കഴിക്കട്ടെ. ചേട്ടാ ആവശ്യമില്ലാത്ത പണി കാണിക്കില്ല കേട്ടോ, പറഞ്ഞേക്കാം. ഞാൻ ആവശ്യമില്ലാത്ത പണി കാണിച്ചു, നിങ്ങളല്ലേ ആവശ്യമില്ല. എന്റെ പൊന്നി ചേട്ടാ, കൈ നോക്കി പറയാതെ. ഓ പിന്നെ കൈ ഇരിക്കുന്ന സാധനം കല നോക്കിയാണോ പറയുന്നത്? നിന്റെ അച്ഛനൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കും. നിനക്ക് പരിപാടി ചെയ്തു. അപ്പുറത്തെ വീട്ടിലെ വാസിന്റെ വീട്ടിൽ ഇതുപോലെ ഭയങ്കര ബഹളമായിരുന്നു. ഹാ എന്താ ഇത്? എടാ ഈ ആസം കൊണ്ട് തള്ളി കൊടുക്കാൻ അവന് രമ്യാണെന്ന്. അല്ല നീ തോറ്റു. ചേട്ടാ തമാശ കളിക്കുന്നില്ല, പൈസക്കാണ്. എങ്ങനെ തമാശക്കല്ല, പൈസ കളിക്കുന്ന. പൈസക്ക് കളിക്കാണല്ലേ? പോടല്ല നിന്റെയൊക്കെ വീട്ടിൽ പോരുന്ന കളിയടാ. എന്റെ മുൻ സാധിച്ചു കേട്ടോ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ കല്യാണം വിളിച്ചിട്ട് വന്ന വെറുതെ വന്ന പൊക്കോളാം. അയ്യോ
പാവം പോയി. ഞാൻ വിചാരിച്ച അവനെ തല്ലി കൊന്നേന്ന്. കൊള്ളാം. ഇതൊക്കെ ചുമ്മാ പച്ചവറ. തള്ളി വെച്ചുകൂടെ? ചോറ് കോരാൻ പറ്റിയ പിന്നെ സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ. പാവയ്ക്ക, വെണ്ടയ്ക്ക, കോവയ്ക്ക, കംപ്ലീറ്റ് സാധനം എത്തിച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ടല്ലോ. പിന്നെ 25 തേങ്ങയുടെ കാര്യം പറയാൻ. തേങ്ങ തേങ്ങ അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ടല്ലോ. 2 പെണ്ണുങ്ങളെ വേണേ. അതെന്തിനാ? പിരിയാൻ. തേങ്ങാ പിരിയാൻ. പേടിപ്പിച്ചോളൂ നിങ്ങളോട്. 2 ഗ്ലാസും 1 കലം കട്ടൻ ചായ. 2 ഗ്ലാസ് 1 കലം കട്ടൻ ചായ. അതെന്തിനാ? നൈറ്റിയുടെ വല്ലതും തുടങ്ങുന്നുണ്ടോ? നൈറ്റ് കട തുടങ്ങാൻ വേണ്ടിയല്ല, എനിക്ക് ഇവനും കുടിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് എത്തിച്ചേരാം. വേറെ എന്തെങ്കിലും വേണോ? ഞാനങ്ങ് പോവാ, അതുകൊണ്ടാ ചോദിച്ചത്. എനിക്ക് ഇച്ചിരി മനസമാധാനം മാത്രം തന്നാ മതി. അപ്പൊ ഞാനങ്ങ് പോയാ മതി. മതി ഊതിയത്. ഈ ഉരുളി പറന്ന് പോവുമല്ലോ. ഊതണം, എന്നാലല്ലേ സംഭവം ശരിയാവുള്ളൂ. പാചകത്തിന്റെ കാര്യത്തിൽ വീട്ടുകാരിടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാര്യം പറഞ്ഞേക്കാം. ബന്ധോ? അപ്പൊ ഇനി കല്യാണം നടക്കുമോ? നീ അതെന്നാ ബന്ധാണെങ്കിൽ പിന്നെ ചെറുക്കനും കൂട്ടരും ഒക്കെ ഇങ്ങോട്ട് എങ്ങനെ വരും? എന്താണെന്നല്ല പറഞ്ഞേ, ബന്ധോന്നാ ചോദിച്ചത്. ബന്ധം എന്ന് പറയണമെങ്കിൽ ഇച്ചിരി എടുത്ത് ഇതിനെ അതൊന്ന് നക്കി നോക്കാം, അല്ലാതെ എങ്ങനെ അറിയാനാ? കയ്യിലോട്ട് വിളിച്ചേ. കേട്ടോ, കയ്യിലോട്ട് ഒഴിക്കാൻ പറ്റില്ല, വായിലോട്ട് ഒഴിക്കുന്നത്. കൊന്നുകളെ തന്നെയാ കേട്ടോ. ശരിക്കും നിളക്കിക്ക് 6 മണിക്ക് വാർക്കേണ്ടതാ കേട്ടോ. 6 മണിക്ക് പറഞ്ഞിട്ടുണ്ട് ഈ പാചകമുള്ള ദിവസം വാർക്കപ്പണിയും പിടിച്ചോണ്ട് വരരുതെന്ന്. എന്താ? പാചകമുള്ള ദിവസം വാർക്കപ്പണിയും പിടിച്ചോണ്ട് വരരുതെന്ന് പറഞ്ഞില്ലേ? വാർക്കപ്പണിക്ക് പോകുന്ന കാര്യമല്ല പറഞ്ഞത്. എടാ, ഇത് 6 മണിക്ക് ഇത് വാർക്കേണ്ടതാണെന്ന്. ഓ, വാർക്കേണ്ടതാണ്. എന്താ അത്? പല്ലി. ആഹാ, കൊറേ നേരമായി അവൻ സദ്യ പഠിച്ചോണ്ട് ഇതിനകത്ത് കിടന്ന് നീന്താൻ പഠിക്കുന്നു. എന്നെ കാണിക്കുന്നത് നീ? അടുക്കി പിടിച്ചെന്നോ? ശരിക്കൊന്ന് ഇളക്കുന്നേ. എന്നാ ഒരു കാര്യം, ഞാൻ മുരിങ്ങയ്ക്ക് വന്നാരി, നീ അതവിടെ വെക്കുന്നേ, ഞാനത് ഇളക്കിക്കോളാം. അതെ സംഭവേ എടുത്തേക്കണം കേട്ടോ. എടാ അത് എന്നാ ഇത്? എന്താട്ടാ ഇത്? ചോറ് പോരാനുള്ള കൊട്ടയല്ലേ അത്? സൈലൻസ് പ്ലീസ്. കൊന്നോളാൻ തന്നെയാണ്. മോനാണ് ഇവിടുത്തെ പാചകം കോൺട്രാക്ട് എടുത്ത്. ഞാനാ ഇവിടുത്തെ പാചകം കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. ആണല്ലേ? അവിടെ തുപ്പിടാതെ, അവിടെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ. ഞാൻ ഇങ്ങോട്ട് തുപ്പാ. ആവശ്യമില്ലാത്ത പണി കാണിക്കരുത് കേട്ടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ അല്ലേ അവിടുത്തെ ഉൾപ്ലാസിന്റെ മോടെ വീട്ടിലെ കല്യാണത്തിന് ഞാനാ വെച്ചത്. അവിടെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അന്ന് നീ വെറൈറ്റി ആയിട്ട് എന്തോ കറി ഉണ്ടാക്കി. വെറൈറ്റി ആയിട്ട് രസം. നല്ല രസമല്ലായിരുന്നോ? നിന്റെ രസമല്ലേ? നല്ല രസമായിരുന്നു. അന്ന് കഴിച്ച രസത്തിന്റെ ഒഴിച്ചിൽ ഇന്ന് വരെ എനിക്ക് മാറിയിട്ടില്ല, അറിയോ? ഇടുക്കിയിലെ കൂമ്പിയോ പാട്ടുകളെ കേട്ടോ റാസ്കളെ. ഇതെന്താണ് അരിഞ്ഞോണ്ട്? അത് മുരിങ്ങക്കോല്. മുരിങ്ങക്കോല. ഈ മുരിങ്ങക്കോൽ ഇത്ര നീളത്തി അരിയാൻ ഇവിടെ വല്ല കൂട്ടത്തല്ലും ഉണ്ടോ? സാമ്പാർ ഇത്ര നീളത്തി അരിഞ്ഞിടണമെന്ന്. സാമ്പാറിന് ഇത്ര നീളത്തി അരിഞ്ഞിടണം. സാമ്പാർ അപ്പുറത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഏതാ? അരിഞ്ഞു വെച്ചിരിക്കുന്നത് അത് ചേമ്പ്. നല്ല ചേമ്പല്ലേ? എന്നെ കല്യാണം പൊളിക്കാത്ത സ്ഥിതിക്ക് ഇവിടെ നല്ല ചേമ്പിട്ട് ആരും കറി വെക്കണ്ട. അതിനാ നല്ല ചേമ്പിട്ട്? അവിടെ കക്കൂസിന്റെ പുറകെ കുറെ ചൊറിയും ചേമ്പ് ഉപ്പുണ്ട്, അത് പറിച്ചോണ്ട് വന്ന് കറി ഉണ്ടാക്കി. ചൊറിയൻ ചേമ്പിട്ട് ആരെങ്കിലും കറി വെക്കൂ? ഞാൻ പറഞ്ഞ കേട്ടതല്ല, എന്നെ കുന്നള തന്നെയാണ്. അപ്പുറം ഇരിക്കുന്നത് എന്താ? കിഴങ്ങ് എത്ര ഉണ്ട്? കിഴങ്ങ് എണ്ണ കാര്യമില്ലല്ലോ, നമ്മൾ ചാക്കമ്പടി എടുക്കുന്ന സാധനമല്ലേ കിഴങ്ങ്. ചാക്കമ്പടി എടുക്കുന്ന ആ കിഴങ്ങ്. എടാ, ഒരാൾക്ക് എത്ര കിഴങ്ങ് വേണമെന്ന് അറിയാൻ മേലത്ത് നീ എവിടുത്തെ പാചകക്കാരനാണ്? ചേട്ടാ, എണ്ണി മേടിക്കാനല്ലേ? ഇല്ല. സബോള എത്ര? അത് തൂക്കല്ലേ മേടിക്കുന്നത്, അത് എണ്ണന്റെ കാര്യം വരുത്തില്ലല്ലോ. ഇടിക്കുന്നു കേട്ടോ നിന്നെ. ആയിരിക്കണ സാധനം ഏതാ? ആ ചെറിയ പൊതി. അത് കടുക് എണ്ണി വെച്ചിരിക്കുക. 555 എണ്ണം ഉണ്ട്. എണ്ണി വെച്ചിരിക്കുക 555 എണ്ണം ഉണ്ടെന്ന്. കടുക് എണ്ണി വെച്ചിരിക്കുക? അതെ. എടാ, എത്ര പാചകക്കാരാണ് കടുക് കുത്തിയിരുന്ന് ഇങ്ങനെ എണ്ണി വെക്കുന്നത്? എണ്ണാൻ പറഞ്ഞതിന്റെ പേര് ഞാനത് മിണ്ടിപ്പോലും ഒന്നോളെ. ഇവനെന്താ അരിയുന്ന? ചേന എന്തിനാ? ചേന ഓലം വെക്കാൻ. നീ ആരാ? ലോലൻ? അല്ല, എനിക്കറിയാൻ ചേനയാണല്ലോ സാധാരണ ഇവിടെ ഓലം വെക്കാറുള്ളത്. അത് ശരി. ഈ അടുപ്പത്തിരിക്കുന്ന എന്താ? ഇതോ പായസം. പ്രഥമൻ. ഭയങ്കര സെറ്റപ്പാ. ഒരു കാര്യം ചെയ്യും, ഇച്ചിരി പായസം ഇങ്ങോട്ട് വന്നു. അങ്ങനെ വിളമ്പാൻ നോക്കത്തില്ല. നാളെ രാവിലെ 12 വിളമ്പേണ്ട സാധനം ഇത്. നീ എനിക്ക് പായസം തരത്തില്ല. പായസം തന്നില്ല, ഞാൻ ഇതിനകത്ത് തുപ്പി വെക്കും. ആവശ്യമില്ലാത്ത പണി കാണിക്കരുത്. എനിക്ക് ഇച്ചിരി പായസം. നാളെ 12 വിളമ്പേണ്ട സാധനം ഇപ്പൊ അങ്ങനെ സാധനം കൊടുക്കാറില്ല. വേണ്ട, കൊടുക്കത്തില്ല. പായസം തരത്തില്ല. ഒരു കാര്യം, ആ ചേന എടുത്ത് ഈ പായസത്തിലിട്. എന്റെ പൊന്നു ചേട്ടാ, ചേന ആരെങ്കിലും പായസത്തിനകത്ത് ഇടുവോ? എടാ, നീ ചേന എടുത്ത് പായസത്തിലിടാൻ. പായസത്തിലിടാൻ പറ്റത്തില്ലെന്ന്. ചേന പായസത്തിലിട്ടാ ചൊറിയത്തില്ലേ? അയ്യോ, അങ്ങനെ സംസാരിക്കല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച സാധനം ഞങ്ങൾ പറയുന്നിടത്തിട്ട നിനക്കെന്താ ചൊറിയുവോ?
അതെന്നാ പരിപാടി? ഇതിനകത്ത് ആരെങ്കിലും ചേന ഇടൂ? ഇടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ? നിന്നോടാ പറയുന്ന എന്റെ മുന്നോട്ട് ചേന ഇടാൻ പറ്റില്ല. അയ്യോ, പായസച്ചേന ഇടാം. പായസച്ചേന ഇടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ? നിന്നോടാ പറയുന്ന പായസച്ചേന ഇടാൻ പായസച്ചേന ഇടാം. എന്റെ മുന്നിൽ ചേട്ടാ ചേന ഇടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ? എടാ പായസച്ചേന ഇടാൻ പറഞ്ഞേ. ചേന ഇടാൻ പറ്റത്തില്ല. ഇയാളെ ഇന്ന് ഞാൻ കുറെ നേരമായിട്ട് പായസത്തിനകത്ത് ചേന പായസത്തിനകത്ത് ചേന എന്റെ അടുത്ത് അവന്റെ കളി. എന്നെ ആരാ വിളിച്ചേ? എടി സർലേ, ആ പാ വിരിച്ചേരി, ഇനി ഞാൻ വന്ന് കിടന്നോളാം. Naughty point. Naughty point. Naughty point. Naughty point. Naughty point.